മുസ്ലിം വോട്ട് ബാങ്ക് ആ ഷബാനു വിഷയത്തിലെ കോടതി വിധിയും ആ കോടതി വിധിയെ മറികടക്കാൻ രാജീവ് ഗാന്ധി കൊണ്ടുവന്ന നിയമനിർമ്മാണവും, അപ്പോൾ ആ നിയമനിർമ്മാണം വഴി ഈ പറയുന്ന ഒരു മുസ്ലിം അപ്പീസ്മെൻറ്റ് എന്നുള്ളൊരു പ്രശ്നമാണ്. പട്ടേൽ ആ രീതിയിൽ സംസാരിച്ചിട്ടുണ്ട്. പക്ഷേ നെഹ്റു പ്രൊട്ടക്റ്റ് ചെയ്തു. ആ ഒരൊറ്റ നന്ദി വേണം ഈ മുസ്ലിങ്ങൾക്ക് കോൺഗ്രസ് ഇതിനോട് മരിക്കുന്നവർ. പിന്നെ ഇവിടെയുള്ള മുസ്ലിങ്ങൾ ഈ വിഭജനത്തിൻ്റെ മുഖമൊന്നും ഇവർ കണ്ടിട്ടില്ല. ഇവിടെയുള്ള ഭൂരിപക്ഷം മുസ്ലിങ്ങളന്ന് മാപ്പിളസ്ഥാൻ വേണമെന്ന് വാദിച്ചിരുന്നു. അത് എൻ്റെ വല്യപ്പനെ പോലെ ചുരുക്കം ചില ആളുകളാണ് ഇന്ത്യയുടെ ഭാഗത്തുനിന്ന്. നിങ്ങൾ ചോദിക്കുക ഞാൻ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഭയങ്കര ഇന്ത്യ അല്ലെങ്കിൽ ഇങ്ങനെ ആയത്? അതിന് കാരണം അതാണ്. മുസ്ലിങ്ങളെ സംബന്ധിച്ച് രണ്ട് വർഷം, ഒന്ന് എണ്ണം കൂടുതലാണ്, രണ്ട് വിവരക്കേടും കൂടുതലാണ്. വിദ്യാഭ്യാസം ഇല്ലല്ലോ, അതാണ് പ്രശ്നം. ക്രിസ്ത്യാനികളെ സംബന്ധിച്ച് അതല്ല. അവരിപ്പോൾ ഒരു പെന്തക്കോസ് ആയി കഴിഞ്ഞാൽ മിനിമം അവന് നല്ല വിദ്യാഭ്യാസമെങ്കിലും കിട്ടുന്നുണ്ട്. നമസ്കാരം, ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം. ഇന്ത്യൻ രാഷ്ട്രീയം വലിയ മാറ്റത്തിന് വിധേയമായിക്കൊണ്ടിരിക്കുകയാണ്. ജാതി സമവാക്യങ്ങൾ മാറി മറിയുന്നു. വലിയ ക്യാൻവാസിൽ ന്യൂനപക്ഷങ്ങളുടെ സ്ഥാനം എവിടെയാണ്? അതായത് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ന്യൂനപക്ഷങ്ങളുടെ സ്ഥാനം എവിടെയാണ്? അതാണ് ഇന്ന് നമ്മൾ പരിശോധിക്കുന്നത്. നമ്മോടൊപ്പം ചേരുകയാണ് രാഷ്ട്രീയ നിരീക്ഷകൻ ശ്രീ ഫക്രുദ്ദീൻ അലി. നമസ്കാരം, ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം. ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ മുൻപ് അധികായന്മാരായിരുന്നവർ ഇന്ന് നിലനിൽപ്പിനുള്ള പോരാട്ടം നടത്തുന്നു. മുൻപ് നാമമാത്രമായ സാന്നിധ്യമുണ്ടായിരുന്നവർ ഇന്ന് വളരെ ആധിപത്യം പുലർത്തി മുന്നോട്ട് പോവുകയും ചെയ്യുന്നു. എന്തായാലും അത് അങ്ങനെ രാഷ്ട്രീയത്തിൽ അത്തരത്തിലൊരു മാറ്റം വന്നു. പക്ഷേ ജാതി സമവാക്യങ്ങളിൽ ഏത് തരത്തിലുള്ള മാറ്റമാണ് നമുക്ക് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഇപ്പോൾ കാണാൻ സാധിക്കുന്നത്? ജാതി ഒരുപാട് മാറ്റങ്ങളുണ്ട്. അതിന് മുമ്പ് കോൺഗ്രസ് സപ്പോർട്ട് ചെയ്യുന്ന ബ്രാഹ്മിൺസ്, ദളിത്, ആദിവാസികൾ, ഈ ഭാഗങ്ങളെല്ലാം BJP-യിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. അതാണ് കോൺഗ്രസ് പറ്റിയ വലിയൊരു വീഴ്ച. പിന്നെ കോൺഗ്രസിൻ്റെ വേറൊരു വോട്ട് ബാങ്ക് ആയിരുന്നു ന്യൂനപക്ഷങ്ങൾ, മുസ്ലിംസും ക്രിസ്ത്യൻസും. അത് മുസ്ലിംസ് ഈ ഷബാന കേസോടുകൂടി ഷിഫ്റ്റ് ചെയ്തിരുന്നു. ക്രിസ്ത്യൻസ് ഇപ്പം കേരളത്തിൽ പതുക്കെ പിണറായി വന്ന സമയത്ത് അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യുന്നു. പതുക്കെ എങ്ങോട്ടേക്കാണ്? CPM-ലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു. അത് കഴിഞ്ഞ് ഇപ്പോൾ കുര്യൻ വഴി BJP-യിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഒരു സിഗ്സാഗ് മൂവ്മെൻറ്റ് നേരെ ഒന്നും BJP-യിലേക്ക് അവർ വരില്ല, ഒരു വഴി ഇടത്താവളത്തിലൂടെ വരുള്ളൂ. അപ്പോൾ ഇതിൽ ക്വസ്റ്റ്യൻ ജാതി നമ്മൾ ഒരുപാട് ചർച്ച ചെയ്തതാണ്. ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങളുടെ പ്രസക്തി, അതാണ് എനിക്ക് തോന്നുന്നു. അതെ, അതിലേക്കാണ് ഞാൻ വന്നത്. അതിലും ഞാനൊരു ഇടത്താവളം തേടിയെന്ന് മാത്രം. അതെ അതെ, ജാതി ഇതാണല്ലോ ഈ പറയുന്നത്. ഈ പണ്ട് എന്ന് വെച്ചാൽ ഈ സോഷ്യലിസ്റ്റിൻ്റെ ബ്ലോക്ക് ഒരു എന്താ പറയുക വോട്ട് ബാങ്ക് എന്ന് വെച്ചാൽ ക്ഷത്രിയാസും ഈ പറയുന്ന OBC-ക്കാർ അന്നും ഇന്നും അങ്ങനെ തന്നെയാണ്. അവിടെ ഒരു വോട്ട് അതിന് ക്ഷത്രിയ ഇപ്പം BJP-യിലേക്കും കൂടി ഉണ്ട്, ജനസംഘത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്നു, ഇപ്പം BJP-യുടെ കൂടെ തന്നെയാണ്. അപ്പം OBC-ആണ് അവരുടെ പ്രധാനപ്പെട്ട വോട്ട് ബാങ്ക്. അതിൻ്റെ കൂടെ മുസ്ലിം വോട്ട് ബാങ്ക് കൂടി. മുസ്ലിം വോട്ടിന് BJP-യിലേക്ക് പോകാൻ പറ്റില്ലല്ലോ. കോൺഗ്രസ് വിട്ടപ്പോൾ അവർ ഇവന്മാരുടെ ഭാഗത്ത് കൂടി. അങ്ങനെയാണ് ഈ സോഷ്യലിസ്റ്റുകൾക്ക് ഉത്തരേന്ത്യയിൽ അപ്പർ ഹാൻഡ് കിട്ടുന്നത്. കാരണം ഓൾറെഡി OBC ഈസ് വിത്ത് ദം ആൻഡ് during 90s the minorities, especially the Muslims, joined hand with them. And they deserted Congress. At the same time Brahmins also deserted Congress. ഓക്കെ, അല്ല അപ്പോൾ ഈ BJP-യുടെ വരവാണോ ഈ ഒരു മാറ്റത്തിന് വഴിവെച്ചത് എന്നുള്ളതായിരുന്നു എൻ്റെ ഒരു സംശയം ആദ്യം നിന്നത്. അപ്പോൾ അങ്ങനെ അല്ല അത് BJP-യുടെ വരവെന്നല്ല ഉപരിയായി ഇവന്മാരൊക്കെ കയ്യിലിരിപ്പാണ്. BJP-യുടെ കോൺഗ്രസിൻ്റെ വോട്ട് ബാങ്ക് നിങ്ങൾ നോക്കൂ, ബ്രാഹ്മിൺസ്, മുസ്ലിംസ്, ദളിത്, ഇതുവരെ പിന്നെ ഗിരിവർഗ്ഗക്കാരുണ്ടായിരുന്നു. അതെ, ഇതൊരു വലിയ വോട്ട് ബാങ്കാണ്. ശരിയാണ്. BJP-യുടെ വോട്ട് പ്രധാന ഡാക്കു ക്ഷത്രിയ കമ്മ്യൂണിറ്റി ആയിരുന്നു. പിന്നെ ബനിയ വൈശ്യ കമ്മ്യൂണിറ്റി, താരതമ്യേന കുറവാണ് അവർ. അതായത് BJP-യുടെ പ്രധാനപ്പെട്ട വോട്ട് ബാങ്ക്. അപ്പോൾ പിന്നെ ഈ ഠാക്കൂർ എന്നൊക്കെ പറയുന്ന ആ വിഭാഗം അതിൽപ്പെടും. അപ്പം ഈ OBC-ക്കാരാണ് ആരുടെ, സോഷ്യലിസ്റ്റുകളുടെ ഒരു വോട്ട് ബാങ്ക് എന്ന് വെച്ചാൽ. അപ്പോൾ കോൺഗ്രസ് ഇവർക്കൊന്നും ഈ പറയുന്ന ക്ഷത്രിയ വൈശ്യ വോട്ട് ബാങ്ക് കൊണ്ടോ അതല്ലെങ്കിൽ ഈ പറയുന്ന OBC വോട്ട് ബാങ്ക് കൊണ്ടോ ഒന്നും കൊണ്ട് തന്നെ ഒറ്റയ്ക്ക് അവിടെ വിജയിക്കാൻ പറ്റില്ല. ഓക്കെ, രണ്ടുപേർക്കും. അതാണ് കോൺഗ്രസിൻ്റെ ഈ അപ്രമാദിത്യം, അതിന് ഇൻവിൻസിബിലിറ്റി എന്നൊക്കെ പറയും. അതിന് കാരണം അതായിരുന്നു ഇന്ദിരാഗാന്ധിയുടെ കാലഘട്ടം വരെ. ഇന്ദിരാഗാന്ധിയുടെ കാലഘട്ടത്തിൽ അടിയന്തരാവസ്ഥ വന്നപ്പോൾ ഒരു ഷിഫ്റ്റ് സംഭവിച്ചു എന്നല്ലാതെ അത് പിന്നെ ബാക്ക് ടു ദ റെയിൽ അത് വന്നു. രാജീവ് ഗാന്ധിയുടെ കാലത്ത് ഒരു കണ്ടിന്യൂ ചെയ്തു. പക്ഷേ രാജീവ് ഗാന്ധി കാലഘട്ടത്തിൻ്റെ അവസാനത്തോടു കൂടി മുസ്ലിം വോട്ട് ബാങ്കിൽ എന്ത് സംഭവിച്ചു? മുസ്ലിം വോട്ട് ബാങ്ക് ആ ഷബാനു വിഷയത്തിലെ കോടതി വിധിയും ആ കോടതി വിധിയെ മറികടക്കാൻ രാജീവ് ഗാന്ധി കൊണ്ടുവന്ന നിയമനിർമ്മാണവും, അപ്പോൾ ആ നിയമനിർമ്മാണം വഴി ഈ പറയുന്ന ഒരു മുസ്ലിം അപ്പീസ്മെൻറ്റ് എന്നുള്ളൊരു പ്രശ്നം വന്നു. ഈ മുസ്ലിം അപ്പീസ്മെൻറ്റ് എന്ന പ്രശ്നം തീർക്കാൻ വേണ്ടി
അരുൺ നെഹ്റു ഒക്കെ ആയിരുന്നു അന്ന് രാജീവ് ഗാന്ധിയുടെ പ്രധാനപ്പെട്ട ഉപദേശകന്മാർ. ഇവന്മാർക്കും താഴെ തട്ടേ പൊളിറ്റിക്സിനെ പറ്റി എഴുതാനില്ല. ഇവന്മാർ പറഞ്ഞു. മാത്രമല്ല അന്ന് RSS ഈ രാജീവ് ഗാന്ധിക്ക് 400 സീറ്റ് കിട്ടുന്നതിൽ RSSന് വലിയ പങ്കുണ്ട്. RSS ഇപ്പോൾ കോൺഗ്രസിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നതാണ് അപൂർവം ചില സന്ദർഭങ്ങളിൽ വെച്ച്, പ്രത്യേകിച്ച് ഇന്ദിരാഗാന്ധിയുടെ രാജീവ് ഗാന്ധിയുടെ കാലഘട്ടത്തിൽ. അതുകൊണ്ടാണല്ലോ RSSും വാജ്പേയി വന്നപ്പോഴല്ലോ നിങ്ങൾ കാണുന്ന സരസ്വതി വിദ്യാമന്ദിരങ്ങളും ഏകാധ്യാപക വിദ്യാലയങ്ങളും ഇതൊക്കെ മൊത്തം ഉണ്ടാക്കിയത് കോൺഗ്രസിൻ്റെ അണ്ടറിലല്ലേ. അവരെ കയ്യിൽ ഫിക്സഡ് വോട്ടുണ്ട്, കോൺഗ്രസിൻ്റെ വലിയ നേതാക്കന്മാരെ വരെ അവർക്ക് സ്വാധീനിക്കാൻ പറ്റും. അത് അവർ കൃത്യമായി ചെയ്തുകൊണ്ടിരുന്നു. അവർക്ക് BJP ഒന്നും ആവശ്യമില്ല, അവർ കോൺഗ്രസ് ധാരാളമായിരുന്നു. അവർക്ക് നെഹ്റുവായിട്ട് പ്രശ്നമുണ്ടായി, ഇന്ദിരാഗാന്ധിയായിട്ട് അവർക്ക് വലിയ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല, രാജീവ് ഗാന്ധിയായിട്ട് അവർക്ക് വലിയ പ്രശ്നം ഉണ്ടായിരുന്നില്ല. അപ്പോൾ രാജീവ് ഗാന്ധി എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഈ ഹിന്ദുക്കളുടെ ഈ ചൊടുപ്പ് മാറ്റാൻ വേണ്ടിയിട്ട് ഈ ബാബറി മസ്ജിദിൻ്റെ ഗേറ്റുകൾ ഇവർക്ക് തോന്നുന്നു ശിലാന്യാസത്തിന് തോന്നുന്നത് അവർക്ക് ഈ ഹിന്ദുസിന് തോന്നുന്നത്. അപ്പം മുസ്ലിംസ് പിന്നെയും പിണങ്ങി. കാരണം നമ്മൾ അത് ഈ ഇവന്മാരെ സന്തോഷിപ്പിക്കാൻ വേണ്ടി നിയമനിർമ്മാണം നടത്തിയോണ്ട് അത് ചെയ്തതെന്ന് ഇവന്മാർ ആലോചിച്ചില്ല. പിന്നെ കുറച്ച് അഹങ്കാരം വന്നു, അഹങ്കാരം ഉണ്ടായിരുന്നു ആ സമയത്ത്. കാരണം നമ്മൾ വിചാരിക്കുന്ന അപ്പോൾ ഇന്ത്യൻ പൊളിറ്റിക്സ് എവിടെയും പോകില്ല. ഇവന്മാർ നേരെ പോയി സോഷ്യലിസ്റ്റുകളുടെ കൂടെ ചേർന്ന് കിഷൻഗഞ്ചിൽ നടന്നൊരു ഇലക്ഷനിൽ കോൺഗ്രസ് വലിയ മാതിൽ ജയിച്ച സ്ഥലത്ത് വലിയ മാതിൽ തോറ്റു രാജീവ് ഗാന്ധി സമയത്ത് ബൈ ഇലക്ഷനിൽ. അവിടെ നിന്ന് തൊട്ടാണ് ഉത്തരേന്ത്യയിൽ കോൺഗ്രസിന് അടി വീഴുന്നത്. അടുത്ത പിന്നെ നടന്ന ഇലക്ഷനിൽ നമ്മൾ കാണുന്നത് മുലായം സിംഗ് എന്നുള്ള പ്രതിഭാസം വരുന്നു. ഇങ്ങനെയുള്ള ഓരോ ലാലു പ്രസാദ് എന്നുള്ള പ്രതിഭാസം ഉണ്ടാകുന്നു. ഈ പ്രതിഭാസങ്ങളെല്ലാം ഉണ്ടായി വരുന്നത് ഈ ഒരു ബാക്ക്ഗ്രൗണ്ടിലാണ്. മുസ്ലിംസ് അതെ അതാണ് മുലായം സിംഗ് ലാലുവിൻ്റെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതുവരെ കോൺഗ്രസിൻ്റെ അപ്രമാദിത്വമായിരുന്നു ബീഹാറിൽ. അന്ന് 90 മുതൽ അദ്ദേഹം യാദവ ഒപ്പം മുസ്ലിം ഒരു കോമ്പിനേഷൻ വന്നപ്പോൾ അത് വല്ലാത്തൊരു ബാങ്ക്. അതിൻ്റെ കൂടെ ഒന്നും സംഭവിച്ചു. ഈ പറഞ്ഞ ബ്രാഹ്മൺ വോട്ടുകൾ എങ്ങോട്ട് മാറി? BJPയിലേക്ക് മാറി. അത് BJP ശക്തിപ്പെട്ടു. കോൺഗ്രസ് അതിൽ ഒന്ന് തല അങ്ങോട്ടും പോയി, ഉടലിങ്ങോട്ടും പോയി. ഇനിയുള്ളത് എന്താ? ദളിത് വോട്ടുകളാണ്. ഈ സമയത്ത് കാൻശീറാം ശക്തിപ്പെടുന്നു, മായാവതി പൊളിറ്റിക്സിലെ പതുക്കെ വരുന്നു. അപ്പം മായാവതി എന്തുണ്ട്? ദളിത് വോട്ടുകളും കൊണ്ട്. പിന്നെ കോൺഗ്രസിൻ്റെ കയ്യിൽ എന്താ ഉള്ളത്? പരമ്പരാഗത കോൺഗ്രസ് വോട്ടുകൾ മാത്രം. അത് വലിയ രീതിയിലൊരു തിരിച്ചടിയാണ് അവർക്ക് സമ്മാനിച്ചത്. അപ്പോൾ ഇത് എവിടെ നിന്നാണ് തുടങ്ങുന്നത്? ആദ്യം വിട്ടുപോയത് മുസ്ലിങ്ങളാണ്. നമുക്ക് പണ്ടേ വിട്ടുപോകാൻ ഭയങ്കര താല്പര്യമാണ് ഇന്ത്യൻ മുസ്ലിം. കേരള മുസ്ലിംസ് അല്ല പോകുന്നത്, ഇന്ത്യൻ മുസ്ലിംസ് ഉത്തരേന്ത്യയിൽ. അപ്പോൾ നമ്മൾ ഈ വിട്ടുപോകുന്ന ആദ്യമായിട്ടൊന്നല്ല. മുസ്ലിംസ് മനസ്സിലാക്കേണ്ടിയിരുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഉത്തരേന്ത്യയിൽ എന്താ സംഭവിച്ചത്? മുസ്ലിങ്ങൾ ഈ രാജ്യത്തിൻ്റെ പകുതി ആവശ്യപ്പെട്ടു. മുസ്ലിങ്ങളെന്ന് തന്നെ ഞാൻ പറയുന്നത്. കാരണം അന്ന് ഭൂരിപക്ഷം മുസ്ലിങ്ങളും കേരളത്തിൽ ഉൾപ്പെടെ മുസ്ലിം ലീഗിൻ്റെ കൂടെയായിരുന്നു. അന്ന് കോൺഗ്രസിൻ്റെ കൂടെ അപൂർവം ചില മുസ്ലിങ്ങളെ നിന്നിട്ടുള്ളൂ. അബ്ദുൽ കലാം ആസാദ്, ഇവിടാണ് മൊയ്തു മൗലവി, അബ്ദുൾ റഹ്മാൻ സാഹിബ്. എൻ്റെ ഗ്രാൻഡ് ഫാദറും മറ്റേ ഗ്രാൻഡ് ഫാദർ അബ്ദുൾ റഹ്മാൻ സാഹിബിൻ്റെയൊക്കെ ശിഷ്യനായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹമൊക്കെ കോൺഗ്രസിൻ്റെ കൂടെ ആയിരുന്നു. ബാക്കിയെല്ലാവരും ഈ ജിന്നയുടെ ലീഗിൻ്റെ കൂടെ ആയിരുന്നു. അവർ മുസ്ലിങ്ങൾക്ക് വേണ്ടിയാണ് രാജ്യം ആവശ്യപ്പെട്ടത്, അതവർക്ക് കൊടുത്ത സമയത്ത് ഇവിടെ കുറേ മുസ്ലിങ്ങൾ പെട്ടുപോയി. ഈ പെട്ടുപോയ മുസ്ലിങ്ങൾ ജിന്നേനെ പോയി കണ്ട്, കേരളത്തിൽ ഉൾപ്പെടെയുള്ള മുസ്ലിം ലീഗുകാർ ജിന്നേനെ പോയി കണ്ട്. ഒരു ഗായിദെ മില്ലത്ത് ഇസ്മായിൽ സാഹിബൊക്കെ ഉണ്ട്. ഓൾ ഇന്ത്യ മുസ്ലിം ലീഗ്, ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ആയപ്പോൾ അതിൻ്റെ നേതാവ് ഗായിദെ മില്ലത്ത് ഇസ്മായിൽ സാഹിബ്. ഇവർ പോയി കണ്ടപ്പോൾ ജിന്ന വന്നു, നിങ്ങളൊന്നും ഇങ്ങോട്ട് വരേണ്ട ആവശ്യമില്ല, നിങ്ങൾ അവിടെയുള്ള നല്ല ദേശീയ ബോധമുള്ള മുസ്ലിങ്ങളായി തുടർന്നോളെന്ന് പറഞ്ഞു. 8ൻ്റെ പണി കിട്ടി. അതായിരിക്കും അന്ന് അങ്ങനെ പറഞ്ഞത്. അല്ലാണ്ട് ഇപ്പമാനെ കൂടി അങ്ങോട്ട് സ്വീകരിച്ച ഇവിടുന്ന് കുറച്ച് അഭയാർത്ഥികൾ അങ്ങോട്ട് പോയിട്ട് അവർ ലോക്കൽ പഞ്ചാബികളും സിന്ധുകളും തമ്മിൽ അടിയായിരുന്നു. ഇവിടുന്ന് ഡൽഹിയിൽ വലിയ സൗകര്യമൊക്കെ ഉപേക്ഷിച്ച് പോയ മുഷറഫിൻ്റെയൊക്കെ ഫാമിലി അവിടെ പോയി മുഹാജിറുകളായി മാറി, അഭയാർത്ഥികളായി മാറി. അപ്പോൾ ഇവരും തമ്മിൽ ഭയങ്കര അടിയായി. ജിന്നേനെ വരെ അവർ തട്ടിക്കളഞ്ഞതല്ലേ. ജിന്നേനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാതെ ഷെയർവാൻ പിടിച്ച് കിടക്കുമ്പോൾ എയർലിഫ്റ്റ് ചെയ്ത് ഒരു എയർപോർട്ട് കൊണ്ടുവന്ന് വരുന്ന വഴിക്ക് നമ്മൾ ജിന്നേനെ പോലുള്ള ആളെ എസ്കോർട്ടും പൈലറ്റൊക്കെ പോലും ഇതൊന്നുമില്ല. ഒരു ആംബുലൻസ് കൊണ്ടുവന്ന് ആംബുലൻസിൻ്റെ ടയർ കേടായി കറാച്ചിയിൽ എവിടെ വെച്ച്. ജിന്നേൻ്റെ കൂടെ വന്ന പാവപ്പെട്ട മുസ്ലിംസും അപ്പുറത്തുള്ള ചേരീൻ്റെ ഒപ്പം ഈ ആംബുലൻസ് കേടാവുന്നു. ഈ ആംബുലൻസിൽ അവിടുത്തെ ആ കൊടും ചൂടിൽ കൊണ്ടിട്ട് ജിന്ന ആംബുലൻസ് കിടന്ന് മരിക്കുകയാണ്. ജിന്നനെ കൊന്നു കളഞ്ഞാണ് അവർ തന്നെ. കാരണം അത് പാകിസ്ഥാനി, പഞ്ചാബി, സിന്ധി മുസ്ലിങ്ങളാണ്. അവർക്ക് ഇവരെ ആവശ്യമില്ല. അവർ ഈ പറഞ്ഞ രാജ്യം ഉണ്ടാക്കാൻ വേണ്ടി നമ്മൻ്റെ ആൾ എന്നൊക്കെ പറഞ്ഞു എന്നല്ലാതെ അവർക്ക് ആവശ്യമില്ല. അപ്പം മുസ്ലിങ്ങൾ അപ്പോൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ അന്നപ്പോൾ ഇന്ത്യൻ മുസ്ലിങ്ങൾക്ക് മനസ്സിലായി, കാരണം ഓൾറെഡി നിങ്ങൾക്ക് ഇവിടുത്തെ ക്ലെയിം നഷ്ടപ്പെട്ടു. എന്തുകൊണ്ടാണ്? നിങ്ങൾ രാജ്യം മേടിച്ച് പോയതാണ്. അതുകൊണ്ട് ആദ്യ കാലത്ത് പോയാൽ അടങ്ങി ഒതുങ്ങിയിരുന്നു. അങ്ങനെ ജവഹർലാൽ നെഹ്റു പക്ഷേ പട്ടേലൊക്കെ പറഞ്ഞു ഇവിടെയുള്ള ഇന്ത്യൻ മുസ്ലിങ്ങൾ തടവിലാക്കണം, കാരണം പാകിസ്ഥാൻ അവിടെ എന്തെങ്കിലും ഹിന്ദുക്കൾക്കെതിരെ കാണിച്ചാൽ ഇവിടെ തിരിച്ച് കാണിക്കണമെന്ന്. അപ്പോൾ നെഹ്റു പറഞ്ഞാൽ പറ്റില്ല, ഇത് ഇന്ത്യയാണ്, ജനാധിപത്യമാണ് എന്നൊക്കെ പറഞ്ഞു. നെഹ്റുവാണ് ഇവരെ നമ്മളെ സംരക്ഷിച്ച് നിർത്തിയത് ഇവിടെ. നെഹ്റു പക്ഷേ മുസ്ലിം ലീഗിന് ഇഷ്ടമല്ല കേട്ടോ. മുസ്ലിം ലീഗായിട്ട് ഇവിടെ സഖ്യം ഉണ്ടാക്കുന്നത് നെഹ്റു ഇഷ്ടമല്ലായിരുന്നു. നെഹ്റു അവരുടെ ചട്ട കുതിരാന്നാണ് വിളിച്ചത്. ഇവിടെയുള്ള കുട്ടിമാളും അമ്മേൻ്റെ നേതൃത്വത്തിലുള്ള KPCC ആണ്
അന്ന് കമ്മ്യൂണിസ്റ്റുകാർക്കും സോഷ്യലിസ്റ്റുകാർക്കായിരുന്നു കേരളത്തിൽ മലബാറിൽ മേൽക്കൈ ഉണ്ടായിരുന്നു. കോൺഗ്രസ് ഒന്നും അല്ലായിരുന്നു. ലീഗിന് കുറേ വോട്ടുണ്ട്. അപ്പോൾ ലീഗിൻ്റെ കൂടെ കൂടിയാലേ ആർക്ക് കോൺഗ്രസ് നിൽക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇവിടെയുള്ള KPCC ആണ് നെഹ്റുവിനെ നിർബന്ധിച്ച അവസാനം ചത്ത കുതിരാന്ന് പറഞ്ഞ നെഹ്റു തന്നെ ഈ ലീഗിനെ പറ്റി അവർ ദേശീയവാദികളാണെന്ന് പറയേണ്ടി വന്നു. ലീഗ് ദേശീയവാദികളൊക്കെ പിന്നെ ഒരുപാട് സമയമെടുത്തു. അത് പിന്നെയും ഒരുപാട് കാലം വന്നൊരു 70s കൂടിയിട്ടാണ് അവരുടെ ഉള്ളിലത് വന്നത്. ഇപ്പോൾ അത് പിന്നെയും പോയിക്കൊണ്ടിരിക്കുക. മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ മരിച്ചു, അതിനുശേഷം ഇപ്പം പോയിക്കൊണ്ടിരിക്കുക. പിന്നെ ഇടയ്ക്ക് സാദിഖ് അലി തങ്ങൾ കഴിഞ്ഞ ദിവസം കൊള്ളാവുന്ന ഒരു പ്രസ്താവന നടത്തിയിട്ടുണ്ട്. അത് ഉറപ്പുള്ള പ്രസ്താവനയാണോ എന്ന് എനിക്കറിയില്ല. അപ്പം അങ്ങനെ മുസ്ലിങ്ങൾ അങ്ങനെ നിൽക്കുമ്പോൾ ഈ പറയുന്നതിൻ്റെ അതിരി ജവഹർലാൽ നെഹ്റു ഈ പറയുന്നതിൻ്റെ യാതൊരു തരത്തിലുള്ള വിവേചനം കാണിച്ചില്ല. മുസ്ലിങ്ങൾക്ക് തുല്യ പരിഗണന കൊടുത്തു. അങ്ങനെ ചില വിവേചനങ്ങളൊക്കെ ഗവൺമെൻറ് ഓഫീസുകളൊക്കെ ഉണ്ടായെങ്കിൽ പോലും പൊതുവേ ഒരു രാജ്യം ഇത് രണ്ടാക്കി മുറിച്ച് വേണ്ടി മേടിച്ചു കൊണ്ട് പോയവരോട് കാണിക്കുന്ന ഒരു ആറ്റിറ്റ്യൂഡ് നമ്മൾ കാണിച്ചിട്ടില്ല. അത് വെച്ചാൽ അന്നത്തെ സ്ഥിതി അനുസരിച്ച് പിന്നെ മറ്റുള്ള അവശേഷിക്കുന്നവരെ ഇല്ലായ്മ ചെയ്യുക എന്നുള്ളതാണ്. പട്ടേൽ ആ രീതിയിൽ സംസാരിച്ചിട്ടുണ്ട്. പക്ഷേ നെഹ്റു അതല്ല, നെഹ്റു പ്രൊട്ടക്റ്റ് ചെയ്തു. ആ ഒരൊറ്റ നന്ദി വേണം ഈ മുസ്ലിങ്ങൾക്ക് കോൺഗ്രസിനോട് മരിക്കുന്നവരെ. പക്ഷെ എന്താ കോൺഗ്രസ് കൊണ്ട് കാണിച്ചെന്ന് നിങ്ങൾക്കറിയാലോ, നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ. ആ ഒരൊറ്റ കേസിൽ ഇന്നിങ്ങനെ മുസ്ലിംസ് ഇവിടെ 18% നിൽക്കുന്ന വലിയൊരു പങ്ക് നെഹ്റുവിനാണ്. അന്ന് ചർച്ചാർജിലായിരുന്നു. അവിടുന്ന് ഹിന്ദുക്കളൊക്കെ ബോഡീസ് വന്നുകൊണ്ടിരിക്കുകയാണ്. തിരിച്ച് അവിടുന്ന് ഹിന്ദുക്കളെ ബോഡി, ഇവിടുന്ന് മുസ്ലിംസിൻ്റെ ബോഡിയും പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ അവിടുന്ന് വന്നതിന് പ്രൊപ്പോർഷണലി നോക്കുമ്പോൾ ഇവിടെ വന്ന് കുറവാണ്. പ്രൊപ്പോർഷണലി നോക്കുമ്പോൾ അവിടെ അന്ന് 20% മുസ്ലിംസ് ഉണ്ട്, ഇന്നിപ്പോൾ 0.5% ഒരു 2% തന്നെ ഉള്ളൂ ഹിന്ദുസ് ഉണ്ടെങ്കിൽ. ഹിന്ദുസ് ഉണ്ടെങ്കിൽ അതേ ഉള്ളൂ. ബംഗ്ലാദേശിൻ്റെ സ്ഥിതി അത് തന്നെയാണ്. ഇവിടെ മുസ്ലിം പോപ്പുലേഷൻ കൂടി. അതിനിടയ്ക്ക് ഇവിടെ ആരൊക്കെ ഭരിച്ചു? നെഹ്റു, ഇന്ദിരാഗാന്ധി, രാജീവ് ഗാന്ധി, മൊറാർജി ദേശായി, ചരൺ സിംഗ്, വാജ്പേയി, മൻമോഹൻ സിംഗ്, പിന്നെ ഫാസിസ്റ്റ് എന്ന് വിളിക്കുന്ന മോഡിയും ഭരിച്ചു. ഇതിന് മുസ്ലിം പോപ്പുലേഷൻ എന്താ പ്രശ്നം ഉണ്ടായോ? കൂടിയിട്ടല്ലേ ഉള്ളൂ. ആ അപ്പോൾ ഇത് മനസ്സിലാക്കാതെയാണ് ഈ ഷബാനു കേസിൽ. അപ്പോൾ ഈ 2 ജനറേഷൻ കഴിഞ്ഞല്ലോ. രാജീവ് ഗാന്ധി ആകുമ്പോഴേക്ക് ഇവന്മാർ ഈ വിഭജനത്തിന് ഇവന്മാർ കാണിച്ച തെമ്മാടിത്തൊന്നും അതിൻ്റെ കൊടുക്കേണ്ടി വന്ന വിലയും ഒക്കെ അറിയാവുന്ന ആ ജനറേഷൻ, മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ ജനറേഷൻ എന്ന് കേരളത്തിൽ പറയാം, അവർ മരിച്ചു. പകരം വന്നവന്മാർക്ക് ഇതൊന്നും അറിയില്ല. അവരെ വിചാരം എന്ന് വെച്ചാൽ നമ്മൾ ഹിന്ദുക്കളും നമ്മളെക്കാൾ നന്നായി ജീവിക്കുന്നു. നിങ്ങൾ കൊള്ളാവുന്നവനൊക്കെ പാകിസ്ഥാനിലേക്ക് പോയി. ഹിന്ദുക്കൾ എന്ത് ചെയ്യുന്നു? കൊള്ളാവുന്നവനൊക്കെ പാകിസ്ഥാനിലേക്ക് പോയി. മനസ്സിലായില്ലേ? പിന്നെ ഹിന്ദുക്കളുടെ ദളിത് കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ഒരുപാട് കൺവേഴ്സ് മുസ്ലിംസ് ഉണ്ട്. അത് നമ്മൾ അപ്പർ കാസ്റ്റ് മുസ്ലിംസ് ഉത്തരേന്ത്യയിലുള്ള അവമാന മുസ്ലിമായിട്ട് പോലും കരുതിയിട്ടില്ല. അതിന് പിന്നെ ഇവിടുത്തെ ഹിന്ദുക്കൾ എന്ത് കഴിച്ചു? അപ്പോൾ നമ്മൾ പിന്നോക്കാൻ തോന്നുന്ന അടി തുടങ്ങി. അവിടെ പിന്നോക്കമായ ഹിന്ദുക്കളെ അടിച്ച് വംശഹത്യ ചെയ്ത് അവർ അവസാനം ഇന്ത്യയിൽ ഒരു രാജ്യത്തും പൗരത്വന്മാരില്ലാത്ത രീതിയിൽ ജീവിക്കുകയായിരുന്നു. ഇപ്പോൾ മോഡി പൗരത്വ നിയമം കൊണ്ടുവന്നതിന് ശേഷമാണ് അവർക്ക് പൗരത്വം കൊടുത്തത്. അപ്പോൾ നമുക്കിവിടെ പൗരത്വം കൊണ്ട് എല്ലാ കാർഡും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. പക്ഷേ വേണ്ട രീതി ഗവൺമെൻറ് സെക്ടറിൽ റെപ്രസെൻറ്റേഷൻ ഉള്ള സത്യം. അതെന്തുകൊണ്ടാണ്? നിങ്ങളൊരു രാജ്യവും മേടിച്ച് പോയി, കൊള്ളാവുന്നവരൊക്കെ അങ്ങോട്ട് പോയി, ഇവിടെ പോയ പാവങ്ങൾ മാത്രമേ ബാക്കിയായി. അതാണ് സംഭവിച്ചത്. പക്ഷേ ഇവന്മാരിത് മറന്നു. 2 ജനറേഷൻ കഴിഞ്ഞപ്പോൾ മറന്നു. നമുക്ക് വേണമെങ്കിൽ ഇന്നിപ്പോൾ സാദിഖ് അലി തങ്ങളുടെ ജനറേഷൻ ഉത്തരേന്ത്യയിൽ എന്ന് വേണമെങ്കിൽ പറയാം. അവന്മാരിത് പറഞ്ഞു. അങ്ങനെയാണ് ഷബാനു കേസിൽ ഒരു കോടതി വിധി വന്നപ്പോൾ ഇതൊന്നും ഇവിടെ പറ്റില്ല. ഇത് മുസ്ലിം രാജ്യങ്ങൾ വരെ ശരിയായ നിയമങ്ങൾ വലിയ മാറ്റം വരുത്തി. ഇന്ത്യയെ പറ്റിയല്ല. രാജീവ് ഗാന്ധി ശരി വേണ്ട, നമ്മളെ വോട്ട് ബാങ്ക് അല്ലേ, അപ്പോൾ അവൻ വിചാരിച്ച് നിയമനിർമ്മാണം നടത്തിയ മകളാണ് ഹിന്ദുക്കളെതിരായി. ഇത് മറ്റുള്ളവർ നോക്കിക്കുന്നില്ലേ? ഒരു രാജ്യവും കൊടുത്ത് ഇപ്പോൾ അത് പ്രൊട്ടക്ഷൻ കൊടുത്ത് എന്നിട്ടും ഈ പ്രശ്നം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്ത് ചെയ്തു? രാജീവ് ഗാന്ധി ശിലാന്യാസ അനുഭവം. അപ്പോൾ അത് ശരിയായില്ല. തിരിച്ച് ഈ പറഞ്ഞ ബാബറി മസ്ജിദ്, ഞങ്ങളെ പ്രധാനപ്പെട്ട പള്ളികളുണ്ട്, മക്ക, മദീന, ഇതൊക്കെ ആണെങ്കിൽ ശരി, നമ്മളൊക്കെ വിട്ടുകൊടുക്കുന്നില്ല. മക്ക മദീനയൊക്കെ വിട്ടുകൊടുക്കുന്നതിനാണല്ലോ ജീവൻ പോകുന്നതാണ്. മനസ്സിലായില്ലേ? അതല്ലല്ലേ ഇത്. അല്ലെങ്കിൽ ഞങ്ങളെ ഇപ്പം ഡൽഹിയിൽ ജുമാ മസ്ജിദ് പോയാൽ എനിക്കൊന്നൊരു പ്രശ്നമല്ല. പക്ഷേ ഞങ്ങൾ കൊടുങ്ങല്ലൂരൊരു പള്ളിയുണ്ട്, കേരളത്തെ മുസ്ലിംസിൻ്റെ, അല്ലെങ്കിൽ ജുമാ മസ്ജിദൊക്കെ ഉണ്ടാകുന്നതിന് 1000 വർഷം മുമ്പ് ഉണ്ടായത് പള്ളി എന്നാണ് ഞങ്ങളുടെ വിശ്വാസം. അതിനെന്തെങ്കിലും പ്രശ്നം വന്നാൽ ഞങ്ങൾ ഇടപെടും. ആ പള്ളിയല്ലല്ലോ ഈ പള്ളി. ഇതൊരു സാധാരണ പള്ളി, 100 കണക്കിന് പള്ളി. പല മുസ്ലിം ഭരണാധികാരികൾ തന്നെ പരസ്പരം യുദ്ധത്തിൽ പള്ളികൾ നടത്തിയിട്ടുണ്ട്. പിന്നല്ലേ ഇത് കഅബയ്ക്ക് തീ കൊടുത്തിട്ടുണ്ട് പോകാൻ. കഅബാണല്ലോ ഞങ്ങളുടെ, അറിയാലോ കഅബേൻ്റെ ഇമ്പോർട്ടൻസ് അറിയാലോ. കഅബയ്ക്ക് തീ കൊടുത്തവന്മാരാണ് ഞങ്ങൾ. അപ്പോൾ ഒരു തവണ പലതവണ. അപ്പോൾ ഈ ബാബറി മസ്ജിദിൻ്റെ കാര്യം പറഞ്ഞ് പോകാൻ എന്ത് അല്ല ഈ പറയുന്നതിന് വന്നിട്ട് ഷബാനു കേസും അതിനുശേഷം ഈ ബാബറി മസ്ജിദ് വിഷയവും. ബാബറി മസ്ജിദ് വിഷയം വരാൻ കാരണം എന്താ? ഷബാനു കേസ്, അതിന് ബന്ധപ്പെട്ട നിയമനിർമ്മാണം. അപ്പോൾ അതോട് കൂടിയിട്ട് എന്ത് ചെയ്ത് ഹിന്ദു കമ്മ്യൂണിറ്റി നോക്കിക്കൊണ്ടിരിക്കുകയല്ലേ, അവർ ഏറ്റുപിടിച്ചു. RSS നന്നായിട്ട് ഉപയോഗപ്പെടുത്തുക, സയൻസ് അവർ നന്നായിട്ട് ഉപയോഗിച്ചു. RSS പണ്ടത്തെ ഒരു ആവശ്യമാണ്. പിന്നെ ഹിന്ദുക്കളെ ഒന്നിപ്പിക്കുക. RSS രാമജന്മഭൂമിനെ കാട്ടും എനിക്ക് തോന്നിയിട്ടുള്ളത് ഹിന്ദുക്കളെ ഒന്നിപ്പിക്കുക എന്നുള്ളതാണ്.
അതായത് അവരുടെ ഉദ്ദേശം. അതിന് രാമജന്മഭൂമി ഒരു കാരണമായി എന്നുള്ളതാണ്. അല്ലാതെ ആ രീതിയിൽ RSS മുമ്പ് വിഭജനത്തിൻ്റെ സമയത്തൊന്നും രാമജന്മഭൂമി ഒന്നായിരുന്നില്ല അവരുടെ പ്രശ്നം. അവർ ഗോഹത്യയും ഹിന്ദി പ്രചാരണക്കാരും അവരുടെ പ്രധാനപ്പെട്ട അജണ്ട. ബാബറി മസ്ജിദ് പിന്നെ വരുന്നതാണ്. അവിടെ ഉണ്ടായിരുന്നു പക്ഷേ ആ സമയം അവിടെ ഇത് കത്തിക്കാൻ പറ്റിയ വിഷയമായി. ഈ രാമായണ സീരിയലൊക്കെ വന്നു, ഓൾ ഇന്ത്യ തലത്തിലൊരു രാമവികാരം വന്നു. ആ സമയത്ത് അത് നന്നായിട്ട് ഉപയോഗിച്ചു. അപ്പോൾ ഇതിന് കാരണക്കാരായ ആരാ? മുസ്ലിങ്ങൾ. ഇനി ഇതിൻ്റെ അപ്പുറത്ത് എന്താണ്? മുസ്ലിം നേതാക്കന്മാരും മുസ്ലിങ്ങളോട് ഇതെന്താ? ഈ പറയുന്ന തന്നെ ഇന്ത്യയിൽ മുസ്ലിങ്ങൾക്ക് തുല്യ പരിഗണന കൊടുത്തു. പക്ഷേ സച്ചാ കമ്മിറ്റി റിപ്പോർട്ട് പറയുന്നത് ഇന്ത്യയിലെ മുസ്ലിങ്ങൾ ഇപ്പോൾ 2 തവണ അത് ദേശസ്നേഹം തെളിയിക്കണം, അവർ ദളിതരെക്കാട്ടും വളരെ താഴെയാണ്. ഇതിന് കാരണക്കാരാരാ? നേതാക്കന്മാർ. എന്താണ്? ജവഹർലാൽ നെഹ്റുവിൻ്റെ മിനിസ്ട്രിയിലെല്ലാം കിദ്ഗായി അവൻ മുസ്ലിമാന്ന് തോന്നാങ്ങര്. സാക്കിർ ഹുസൈൻ, ഫക്രുദ്ദീൻ അലി അഹമ്മദ് ഇന്ത്യൻ പ്രസിഡന്റ് 2 തവണ. സാക്കിർ അലിയും പിന്നെ ഇദ്ദേഹം ഫക്രുദ്ദീൻ അലി അഹമ്മദ്. ഫക്രുദ്ദീൻ അലി അഹമ്മദിൻ്റെ പേരിലാണ് എൻ്റെ വാപ്പ അങ്ങയുടെ ഫാനായിരുന്നു, എനിക്ക് ഈ പേര് കിട്ടിയത്. അതിൻ്റെ ഒരു കാരണം അതാണ്. അപ്പം ഇവരെല്ലാം വന്നു. ഇവരുടെ എല്ലാം കുടുംബക്കാർ എന്നാൽ സാധാരണ മുസ്ലിംസിന് അവരൊന്നും ചെയ്തിട്ടില്ല. സാധാരണ മുസ്ലിംസിന് അതിൻ്റെ ഗുണം കിട്ടിയിട്ടില്ല. അവർ പാവങ്ങൾ ഇപ്പോഴും വോട്ട് ബാങ്ക് മാത്രമേ. ഇവന്മാർ ഈ നേട്ടമൊക്കെ ഉണ്ടാക്കി. ആ വിരോധം ഈ സാധാരണ മുസ്ലിങ്ങളിൽപ്പെട്ട പിന്നെ അവിടുന്ന് വന്ന പുതിയ ചെറുപ്പക്കാർക്ക് ആരോടായി? ഇന്ത്യ ഗവൺമെൻറ്റിനോടായി, കോൺഗ്രസിനോടായി. കാരണക്കാരാരാ? ഇവന്മാർ, ഈ മുല്ലാമാരും ഈ മത നേതാക്കന്മാരും മതത്തുനിന്ന് വന്ന കോൺഗ്രസിൻ്റെയും ജനതാ പാർട്ടിയുടെയൊക്കെ നേതാക്കന്മാരും. മനസ്സിലായോ? അപ്പോൾ അതിനും കാരണക്കാരാരാ? ഈ പറഞ്ഞ ഈ കമ്മ്യൂണിറ്റിയിലെ എലീറ്റാണ്. മനസ്സിലായോ? അവരെ സംബന്ധിച്ചിടത്തോളം ഈ ഹിന്ദു മുസ്ലിം വിരോധമാണ് അവരുടെ പ്രധാനപ്പെട്ട. അല്ലെങ്കിൽ മുസ്ലിങ്ങൾ ഒരുമിച്ച് അവരെ കൂടെ നിർത്തണമെങ്കിൽ ഒരു ശത്രുവിനെ കാണി, അത് ഹിന്ദുക്കൾ, കാഫ്രീങ്ങൾ. മനസ്സിലായില്ലേ? അങ്ങനെയാണ് ഈ പറയുന്ന സാധനം ഉണ്ടാകുന്നത്. അത് ഇന്ദിരാഗാന്ധി തന്ത്രപരമായ ഇതിനെ മറികടന്നു, RSSനെ കൂട്ടുപിടിച്ചുകൊണ്ട്. ഇന്ദിരാഗാന്ധിൻ്റെ സ്ഥാനത്ത് ബ്രേക്കപ്പ് ഉണ്ടാവേണ്ടതായിരുന്നു. രാജീവ് ഗാന്ധിക്ക് രാഷ്ട്രീയത്തിൽ പരിചയമില്ല, ഇന്ദിരാഗാന്ധിക്ക് നല്ല പരിചയമായിരുന്നു. ഇന്ദിരാഗാന്ധി RSSനെ കൂടെ നിർത്തി, ഇവന്മാരെ കൂടെ നിർത്തി കാര്യം സാധിപ്പിച്ചു. പക്ഷേ രാജീവ് ഗാന്ധിക്ക് അത് പറ്റിയില്ല. പിന്നെ ഒരു ജനറേഷൻ വന്ന് ഇതൊക്കെ കണ്ട ഒരു ജനറേഷൻ അതിൻ്റെ ഇടയ്ക്ക് വന്നു. ഒരു മുസ്ലിം ജനറേഷൻ വന്നു. അവർ തെറ്റിദ്ധാരണയുടെ പുറത്ത് ആൻറ്റി ഹിന്ദു, ആൻറ്റി ഇന്ത്യനായി. ഒരു ഹിന്ദു ജനറേഷൻ വന്നു, അവർ ആൻറ്റി മുസ്ലിമുമായി. ഈ ഒരു ജങ്ഷറായിരുന്നു. ഈ സമയത്താണ് കോൺഗ്രസിന് എന്ത് ചെയ്യുന്നത്? ഈ വോട്ട് ബാങ്കുകൾ ശിഥിലമാകുന്നു. അല്ല, കോൺഗ്രസ് ഒരു ഇലക്ഷനിൽ മുസ്ലിം വോട്ട് ബാങ്ക് പോയി തോറ്റതോട് കൂടിയിട്ട് പിന്നെന്ത് ചെയ്തു? കോൺഗ്രസിൻ്റെ പ്രസക്തി നഷ്ടപ്പെടുന്നു. പിന്നെ ഒരുപാട് കാല അധികാരത്തിൽ നിന്നാൽ എല്ലാ പ്രശ്നങ്ങളും കോൺഗ്രസ്സിന് ഉണ്ടായിരുന്നു, എല്ലാ തരത്തിലുള്ള. ഞാൻ കൂടുതൽ വിശദമാക്കി പറയണ്ടല്ലോ. അപ്പം ഈ ദളിത് വിഭാഗത്തിൽപ്പെട്ട ആളുകളും ആദിവാസികൾ അവരെ ആവശ്യങ്ങൾ കാറ്റർ ചെയ്യാൻ മറ്റുള്ളവർ കൂടുതലുണ്ട് എന്ന് മനസ്സിലാക്കി. RSS ഈ സമയമാകുമ്പോഴേക്ക് എന്ത് ചെയ്തു എന്ന് വെച്ചാൽ കൂടുതൽ ഈ ദളിത് OBC വിഭാഗങ്ങളെ അവർ കോൺസെൻട്രേറ്റ് ചെയ്തു തുടങ്ങി. അതിൽ ദളിതരെ എടുത്ത് നല്ല സ്വാധീനം അവർക്ക് ഉണ്ടാക്കാൻ പറ്റിയിരുന്നു. അവരും എന്ത് ചെയ്തു? അത് ഠാക്കൂർ സമുദായപ്പെട്ട രാജു ഭയ്യ എന്നുള്ള ആളെ ഒരു സത്സംഗ് ചാലകാക്കി. നമ്മളൊക്കെ പറയുന്നത് വെച്ചാൽ നമ്മൾ RSS ഒരിക്കലും ഉത്തരേന്ത്യ മറാഠി ബ്രാഹ്മണൻ അല്ലാതെ ആരെ ആക്കില്ല എന്നല്ലേ. അപ്പോൾ അവർ ഇയാളാക്കി, ആരെ? രാജു ഭയ്യനാക്കി. പിന്നെ അതിനുശേഷം സൗത്ത് ഇന്ത്യൻ ബ്രാഹ്മണനായിട്ടുള്ള സുദർശനാക്കി. അവരതൊക്കെ മറുപടി കൊടുത്തു ഓരോന്നായിട്ട്. അപ്പോൾ ഇതെല്ലാം തന്നെ ഈ പോക്കറ്റിൽ BJP കൂടി കയറി. പിന്നെ BJP അതിൻ്റെ ഇടയ്ക്ക് ഈ RSSൻ്റെ ഈ പിന്നെ ഇതുണ്ടല്ലോ, അവരുടെ സംഘടനാ പ്രവർത്തനം കൊണ്ട് ജനങ്ങളുടെ വലിയ മതിപ്പ് ഉത്തരേന്ത്യയിലുണ്ടാക്കി. ഹിന്ദുക്കൾ ഒരു ഫോൾഡിലും മുസ്ലിം വിരോധത്തിൻ്റെ പുറത്ത് ഒരുമിച്ച് നിർത്തുകയും ചെയ്തിരുന്നു. ഇതിൻ്റെ പുറത്ത് ഇതും കൂടി കൂടിയപ്പോൾ ഇത് തുറക്കാൻ പറ്റാത്ത ശക്തിയായി മാറി. അതാണ് സംഭവിച്ചത്. അപ്പോൾ അതിനുശേഷം മുസ്ലിങ്ങളുടെ ഒരു പ്രസക്തി, അല്ലെങ്കിൽ ഇപ്പം ഈ ന്യൂനപക്ഷങ്ങളുടെ പ്രസക്തി എന്ന് വെച്ചാൽ ആദ്യം നമുക്ക് ക്രിസ്ത്യാനികളെ നോക്കാം. ക്രിസ്ത്യാനികൾ ഓരോ ഭരണകൂടം വന്നപ്പോൾ അവരുടെ കൂടെ നിന്ന ആളുകളാണ്. ഇപ്പോൾ ഹിന്ദു രാജാക്കന്മാർ ഭരിച്ച സമയത്ത് ഇവിടെ അവരുടെ അണ്ടറിൽ മുസ്ലിങ്ങളെ പോലെ തന്നെ 2ാം സ്ഥാനം, അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2ാം സ്ഥാനം കേരളത്തിലുണ്ടായിരുന്നു. അത് പോർച്ചുഗീസുകാർ വന്ന സമയത്ത് ലാറ്റിൻ ക്രിസ്ത്യൻസ് വന്നു. അവർ പോർച്ചുഗീസ് ഭരണാധികാരികളുടെ കൂടാണ് നിന്നത്. അതുകൊണ്ട് അവർക്ക് അന്നേ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനം ഉണ്ടായിരുന്നു സൊസൈറ്റി. അത് കഴിഞ്ഞിട്ട് ഈ ബ്രിട്ടീഷുകാർ വന്ന സഭയിൽ ഒരേ സമുദായമാണ്. അതിൽ നല്ലൊരു പങ്ക് നിന്നത് അവരുടെ കൂട്ടത്തിൽ തന്നെ. അക്കാമ ചെറിയാനൊക്കെ പോലുള്ള ചുരുക്കം ചില ആളുകളാണ്. അല്ലെങ്കിൽ പിന്നെ നമ്മുടെ തിരുവിതാംകൂറുണ്ടായ പേര് ഞാൻ പറഞ്ഞു. അപ്പോൾ ഇങ്ങനെ ചുരുക്കം ചില ആളുകളാണ് ഈ പറയുന്നതിന് കോൺഗ്രസിൻ്റെ ഭാഗമായിട്ട് വന്നിട്ടുള്ളത്. പിന്നെ കോൺഗ്രസ് വന്ന സമയത്ത് ഇവർ മൊത്തം കോൺഗ്രസ്സായി. അപ്പോൾ അവർ ചെറിയൊരു വിഭാഗമാണ്, പക്ഷേ എഡ്യൂക്കേറ്റഡാണ്. പുതിയ കാലഘട്ടത്തിൽ ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും മുന്നിൽ നടന്നവരാണ്. അതുകൊണ്ട് അവർക്ക് വലിയ പ്രശ്നം വന്നിട്ടില്ല. സിവിൽ സർവീസിലല്ല ഉള്ളതിനെക്കാട്ടും കൂടുതൽ പ്രാതിനിധ്യം അവർക്ക് വന്നു. സിഖുകാർക്കും വലിയ പ്രശ്നങ്ങൾ വന്നിട്ടില്ല. സിഖിൽ ദളിത് വിഭാഗത്തിന്, ഹിന്ദുവിലെ ദളിത് വിഭാഗത്തിന് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ഉണ്ടെന്നല്ലാതെ അവർ ഡോമിനൻ്റ് ആയി പട്ടാളത്തിലെ പ്രധാനപ്പെട്ട ഫോഴ്സാണ്. ഉദ്യോഗങ്ങളുണ്ട്, വ്യാപാരത്തിലെല്ലാം സിഖുകൾ. മുസ്ലിങ്ങൾ വലിയൊരു പോപ്പുലേഷൻ ഉണ്ട്. ഇവിടെ അവശേഷിച്ച ഒരു മഹാഭൂരിപക്ഷം വിദ്യാഭ്യാസമല്ല സാധാരണക്കാരായിട്ടുള്ള മുസ്ലിങ്ങളുമാണ്. ഇവർ അതേസമയം തന്നെ മുഖ്യധാരയിൽ നിന്ന് പല കാരണങ്ങൾ കൊണ്ട് മാറി നിൽക്കുകയും ചെയ്തു. പിന്നെ വിഭജനത്തിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഇവർ സ്വയം അകന്ന് നിൽക്കുകയും ഇവർ അകറ്റി നിർത്തുകയും ചെയ്തു. പിന്നെ വന്ന് അതിനുശേഷമുള്ള 2ാമത്തെ ജനറേഷൻ എന്ന് വെച്ചാൽ അസേർട്ട് ചെയ്ത് തുടങ്ങി. അതൊരു ഈ അസേഷൻ വന്നിരിക്കുന്നത് വിവരക്കേടിൻ്റെ പുറത്തുള്ള ഒരു അസേഷനായിരുന്നു. അപ്പം
ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ന്യൂനപക്ഷങ്ങളുടെ പ്രസക്തി എന്താണ് എന്ന് ചോദിച്ചാൽ ഇന്ത്യയിൽ 80% ഹിന്ദുക്കളുണ്ട്. BJPക്ക് ഇന്ത്യ ഭരിക്കണം 51% വോട്ട് മതി. ഇപ്പം നമ്മൾ കാണുന്നത് വെച്ചാൽ ഈ ന്യൂനപക്ഷങ്ങളൊന്നും സഹായമില്ലാതെ കേരളം ഒഴിച്ചുള്ള ബാക്കി എല്ലാ പ്രദേശങ്ങളും, കേരളം ഈ സൗത്ത് ഇന്ത്യ തമിഴ്നാട് ഒഴിച്ചിട്ടുള്ള ബാക്കി പ്രദേശങ്ങൾ BJP ശക്തമായിട്ട് പോകുന്നതാണ്. അതെ. അപ്പോൾ ഒരു ഇന്ത്യൻ ജനാധിപത്യത്തിൽ നമ്മൾ എല്ലാവരും തുല്യരാന്നൊക്കെ പറയുമ്പോൾ പോലും ഇതിൻ്റെ ഒരു അടിസ്ഥാനം എന്ന് വെച്ചാൽ വോട്ട് ബാങ്ക് പൊളിറ്റിക്സ് ആണ്. അതങ്ങനെ അല്ലെങ്കിൽ വോട്ട് ബാങ്ക് പൊളിറ്റിക്സ് അല്ലാതെ മുമ്പുള്ളവർ പറയേണ്ടിയിരുന്നു, അല്ല അവർ കാണിക്കേണ്ടിയിരുന്നു. അവരും വോട്ട് ബാങ്ക് പൊളിറ്റിക്സ് തന്നെയാണ് കളിച്ചത്. അപ്പോൾ ആ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ മഹാഭൂരിപക്ഷം 80% ഹിന്ദുക്കളും അതിൻ്റെ കൂടെ വെൽറ്റഡ് ആയിട്ടുള്ള ക്രിസ്ത്യൻസും സിഖുകാരും ഒരു സൈഡിൽ നിൽക്കുമ്പോൾ മുസ്ലിംസിന് എന്ത് പ്രസക്തിയുള്ളത്? ഓക്കെ. പക്ഷേ കേരളത്തിലേക്ക് വരുമ്പോൾ കഥ മാറ്റം. അതൊരു സ്റ്റേറ്റിൽ മാത്രം, സ്റ്റേറ്റിൽ മാത്രമാണ് നിൽക്കുന്നത്. അത് എനിക്കൊന്ന് ഒരു സാമൂഹ്യ വിദ്യാഭ്യാസ പശ്ചാത്തലം അതിലൊരു അല്ല, ചരിത്ര പശ്ചാത്തലമാണ്. ചരിത്ര പശ്ചാത്തലമാണ്. കാരണം ഇവിടെയുള്ള മുസ്ലിംസ് വന്നത് ഞാൻ നിങ്ങളെ പല കച്ചവടക്കാരായിട്ട് അവർ ഹിന്ദു രാജാക്കന്മാരുടെ അണ്ടറിൽ സെക്കൻഡ് ഇൻ കമാൻഡ് ആയിരുന്നു. ഇവിടെയുള്ള ക്രിസ്ത്യൻ, ജൂതൻ, മുസ്ലിം 3 പേര് ഹിന്ദു രാജാക്കന്മാർ നായന്മാർക്ക് തുല്യമായ പദവി കൊടുത്തിരുന്നു. നായന്മാർക്ക് ഇവിടെ ക്ഷത്രിയ സ്റ്റാറ്റസ് ആണ്, ശൂദ്ര ആണ് ക്ഷത്രിയ സ്റ്റാറ്റസ് ആണ്. അവർക്കുള്ള പദവിയാണ്. ഈ വൈശ്യ കമ്മ്യൂണിറ്റി ഇല്ലല്ലോ കേരളത്തിൽ. കാരണം കേരളത്തിൽ കടൽ കടന്ന് കച്ചവടം നടത്തണം. ഉത്തരേന്ത്യയിൽ ഈ വൈശ്യ കമ്മ്യൂണിറ്റി ഉണ്ടാകാൻ അവർക്ക് കരവഴി യൂറോപ്പ് വരെ പോകാം, സാത്തവാഹ സംഘങ്ങൾ. അങ്ങനെയാണ് വൈശ്യ കമ്മ്യൂണിറ്റി ഉണ്ടായി. കേരളത്തിൽ കടൽ കടക്കണമല്ലോ, ആ പൂണിലിട്ടവന് കടൽ കടക്കാൻ പറ്റില്ല. അപ്പോൾ കേരളത്തിൽ ഈ പണി ചെയ്തുകൊണ്ടിരുന്നത്, കേരളമാണ് ഏറ്റവും കൂടുതൽ അന്ന് യൂറോപ്പിനും ആവശ്യമുള്ള, ലോകത്തിന് ആവശ്യമുള്ള സ്പൈസസ് ഉൽപ്പാദിപ്പിച്ചുകൊണ്ടിരുന്നത്, മരങ്ങളുമൊക്കെ. അപ്പോൾ ഇത് അവിടെ എത്തിക്കണ നമ്മളെ രാജാക്കന്മാരുടെ മെയിൻ മാർക്കറ്റ് ഇതാണ്. അപ്പോൾ ഈ സാധനം അവിടെ എത്തിക്കണം, അതിന് ഹിന്ദുക്കൾക്ക് പറ്റില്ല. രാജാക്കന്മാർ ഹിന്ദുക്കളാണ്. അപ്പോൾ അവരെന്ത് ചെയ്തു? ഈ പണി പുറത്തുനിന്ന് വന്നിട്ടുള്ള ജൂതന്മാരെയും സിറിയൻ ക്രിസ്ത്യാനികളെയും അറബികളെ ഏൽപ്പിച്ചു. അപ്പം ഈ പുറത്ത് വന്നിട്ടുള്ള ജൂതന്മാരും സിറിയൻ ക്രിസ്ത്യാനിയും പിന്നെ അറബികൾ മുസ്ലിമായപ്പോൾ അവരാണ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അവർ കൂടെ കൊടുത്ത സാധനം വൈശ്യൻ്റെ സ്റ്റാറ്റസാണ്. വൈശ്യന് തുല്യമായ പണിയാണ് അവരെടുത്തിരുന്നത്. വൈശ്യൻ കാസ്റ്റ് ഈ ജാതി ശൃംഖലയിൽ ആദ്യമല്ല, വർണ്ണാശ്രമ വൈശ്യൻ 3ാമതാണ്, ബ്രാഹ്മണൻ, ക്ഷത്രിയൻ, വൈശ്യൻ. ഇവിടെയുള്ള മിക്ക രാജവംശങ്ങളും 95% അല്ല 99% രാജവംശം നായന്മാരാണ്. പിന്നെ അവർ തിരുവനന്തപുരം ആണെങ്കിലും തിരുവിതാംകൂർ രാജാവാണ്, സാമൂതിരിനൊക്കെ നായന്മാരാണ്. വിവിധ കാലഘട്ടത്തിൽ ഇരണ്യഗർഭത്തിലൂടെ ബ്രാഹ്മണൈസ് ചെയ്യപ്പെട്ട് ക്ഷത്രിയന്മാരായതാണ്. അപ്പോൾ നായന്മാരുടെ സ്റ്റാറ്റസ് നിന്ന് ക്ഷത്രിയ സ്റ്റാറ്റസായി. ഏതാണ്ട് അതോടൊപ്പം തന്നെ തൊട്ടടുത്ത ശ്രേണിയിലുള്ള സ്റ്റാറ്റസാണ് ആർക്ക് കൊടുത്തത്? ഈ പറയുന്ന ന്യൂനപക്ഷങ്ങൾ, സെമിറ്റിക് മതത്തിന് കൊടുത്തത്. എന്നുവെച്ചാൽ അന്ന് ഈ തെരിശാപ്പള്ളി കോപ്പർ പ്ലേറ്റ്, ജൂയിഷ് കോപ്പർ പ്ലേറ്റ്, ഇത് 9-10 നൂറ്റാണ്ടുകൾ സ്ഥാൻ രവി, ഭാസ്കര രവി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള 2 നമ്മുടെ ഈ പത്തന എക്സ്കവേഷൻ ഉണ്ടല്ലോ, കുടങ്ങല്ലൂർ കേന്ദ്രീകരിച്ച് പഠിച്ചിരുന്ന 2 രാജാക്കന്മാർ ജൂതന്മാർക്കും ക്രിസ്ത്യാനിക്കും കൊടുത്തിട്ടുള്ള 2 അവകാശ രേഖകളാണ്. ഇതിപ്പോൾ സൂക്ഷിക്കണം, ഇത് തെളിവുണ്ട്, ഇത് തെളിവൊക്കെ ഉണ്ട്. അതാണ് നമ്മുടെ ചരിത്ര രേഖ എന്ന് പറയുന്നത്. അത് ജൂതന്മാർക്കും ക്രിസ്ത്യാനിക്കും ഈ പറഞ്ഞ നായന്മാരെ പോലെ പല്ലക്ക് ഉപയോഗിക്കാനും അലക്കുകാരെ നിയമിക്കാനും ദ്വാരപാലകരെ നിയമിക്കാനും ഒക്കെ ഉള്ള അവകാശം കൊടുത്തിരുന്നു. അവകാശം നായന്മാർക്കാണ് അത്ര അവകാശം ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഇൻലാൻഡ് ട്രേഡ് നടത്തിയിട്ടുള്ള നമ്മുടെ വിനയൻ്റെ സിനിമയിലെ വേലായുധ പണിക്കർ നമുക്കൊക്കെ അറിയാം, ഇവിടെ ആളുകൾക്ക് മനസ്സിലായി വിനയൻ്റെ സിനിമ എന്ന് പറയാം. വേലായുധ പണിക്കരെ പോലെയുള്ള ചുരുക്കം ചില ആളുകളുണ്ടായിരുന്നു, അവരും കടൽ കടന്ന് നടത്തി. അവിടെ പക്ഷേ ശ്രീലങ്ക അങ്ങനെയൊക്കെയാണ്, ലോങ് ട്രേഡ് നടത്തിയിരുന്നില്ല, ലോക്കൽ ട്രേഡാണ് നടത്തിയിരുന്നത്. പിന്നെ ഇവർക്കൊക്കെ ആവശ്യമുള്ള സാധനങ്ങൾ കൊണ്ടു കൊടുക്കുക, അതും അവർ ചെയ്തിരുന്നു, ഈ ക്രിസ്ത്യൻ മുസ്ലിംസ് ജൂത. അപ്പം ഇങ്ങനെ ഒരു വൈശ്യ സ്റ്റാറ്റസുമായിട്ട് ഏതാണ്ട് നായന്മാർക്ക് തുല്യമായി നായർ രാജാക്കന്മാരുടെ അണ്ടറിൽ എന്നാൽ ബ്രാഹ്മണസിൻ്റെ എല്ലാ ആശീർവാദത്തോടും കൂടി 2ാം സ്ഥാനക്കാരായി താമസിച്ചിരുന്ന ആളുകളാണ്. അവിടെ സ്റ്റാറ്റസ് ഇവിടെ പണ്ട് ഈഴവ സ്റ്റാറ്റസിനെക്കാട്ടും മുകളിലാണ്, ബാക്കിയുള്ള ഹിന്ദുക്കളുടെ സ്റ്റാറ്റസിനെക്കാട്ടും മുകളിലാണ്. മറ്റു ജാതിക്കാർക്ക് പോകാത്ത സ്ഥലങ്ങളിൽ ഇവർക്ക് പോകാം. അപ്പോൾ ഈ സ്റ്റാറ്റസിനെക്കാട്ടും ഈ ഒരു സ്റ്റാറ്റസ് ഉള്ളതുകൊണ്ട് തന്നെ നിങ്ങൾ പിന്നെ ഇവിടെയുള്ള മുസ്ലിങ്ങൾ ഈ വിഭജനത്തിൻ്റെ മുഖമൊന്നും ഇവർ കണ്ടിട്ടില്ല. ഇവിടെയുള്ള ഭൂരിപക്ഷം മുസ്ലിങ്ങളന്ന് മാപ്പിളസ്ഥാൻ വേണമെന്ന് വാദിച്ചിരുന്നു. അന്ന് എൻ്റെ വല്യപ്പനെ പോലെ ചുരുക്കം ചില ആളുകൾ ഇന്ത്യയുടെ ഭാഗത്തുനിന്ന്. നിങ്ങൾ ചോദിക്കുക ഞാൻ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഭയങ്കര ഇന്ത്യ അല്ലെങ്കിൽ ഇങ്ങനെ ആയത്? അതിന് കാരണം അതാണ്. എൻ്റെ ഒരു ഗ്രാൻഡ് ഫാദർ സൂഫിയാണ്, ഞാൻ സംസ്കൃത അറബി സ്കോളറായിരുന്നു. അത് മാറ്റണ ഗ്രാൻഡ് ഫാദർ സ്വാതന്ത്ര്യ സമര സേനാനിയായിരുന്നു. എന്ന് വെച്ചാൽ അന്ന് ഉപ്പു സത്യാഗ്രഹത്തിൻ്റെ സമയത്ത് ഹജൂർ കച്ചേരി എന്ന് പറഞ്ഞ ബ്രിട്ടീഷ് ഓഫീസർ, അതൊക്കെ ചെയ്യുന്ന കോടതിയാണ് തോന്നുന്നു. കോടതിയുടെ മുകളിൽ കയറിയിട്ട് പിന്നെ ഇന്ത്യയുടെ പതാക കെട്ടിയ കക്ഷിയാണ്. അന്നേരം അതിശക്തമായ പീഡനമൊക്കെ ഏറ്റവും വേണ്ടി. അപ്പം അങ്ങനെ കുടുംബത്തിൽ ഞാനിങ്ങനെ ആയില്ലെങ്കിലല്ലേ അത്ഭുതമുള്ളൂ. അതാണ് അതിൻ്റെ ഒരു കാരണം. അപ്പം പൊതുവേ മുസ്ലിങ്ങൾ എന്നിട്ട് പോലും ഈ ആധുനികതയുടെ പ്രശ്നമാണത്. ഈ ഉത്തരേന്ത്യൻ മുസ്ലിങ്ങളെ പോലെ നമ്മളെ ആളുകളുടെ മാപ്പിള സ്ഥാനം വാദിച്ചിരുന്നു. പക്ഷേ ജിന്ന അവരോട് പറഞ്ഞു നിങ്ങളവിടെ ഇന്ത്യക്കാരായി കഴിഞ്ഞാൽ മതി.
അങ്ങനെയാണ് ഇവർ പിന്നെ ഇവിടെ വന്ന് ഓൾ ഇന്ത്യ മുസ്ലിം ലീഗ് പിടിച്ചു വിട്ട് നമ്മളെ വല്യാപ്പൻ്റെയൊക്കെ ലൈനിൽ ഉള്ള ഇപ്പം കാണുന്ന മുസ്ലിം ലീഗായിരുന്നു. ഇവർ ഇപ്പോഴത്തെ കാണുന്ന UML വെക്കുന്ന ഈ പറയുന്ന രാഷ്ട്രവാദം അല്ലെങ്കിൽ ദേശീയ സ്വഭാവം എന്നൊക്കെ വെച്ചാൽ അന്ന് ജവഹർലാൽ നെഹ്റു പറഞ്ഞിട്ട് അബ്ദുൽ കലാം ആസാദൊക്കെ തുടങ്ങിയ ഒരു കോൺഗ്രസ് മജ്ലിസ് പാർട്ടി ഉണ്ടായി. കോൺഗ്രസിൻ്റെ കൂടെ നിൽക്കുന്ന ഈ BDJS പോലെ ഉള്ളൊരു പാർട്ടി, കോൺഗ്രസിൻ്റെ കൂടെ നിൽക്കുന്ന മുസ്ലിങ്ങളുടെ പാർട്ടി. അവരുടെ സംഭവങ്ങളാണ് അവർ പറഞ്ഞ അതേ കാര്യങ്ങൾ എപ്പോഴത്തെ ലീഗ് പറയുന്നത്. കാരണം ഈ മജ്ലിസ് പാർട്ടി പിന്നെ ഇല്ലാതെ കോൺഗ്രസിൻ്റെ ഭാഗമായിട്ട് അങ്ങ് തീർന്നു, കോൺഗ്രസ് ഉണ്ടായതാണല്ലോ. അപ്പോൾ അവർ പറഞ്ഞ അതേ കാര്യങ്ങളാണ് ഇപ്പോഴത്തെ ലീഗ് പറയുന്നത്. ആ ഒരു മാറ്റം വന്നുകൊണ്ടിരിക്കുകയാണ്. അതെ, അല്ല ആ മാറ്റമായിരുന്നു ആദ്യം ഉണ്ടായിരുന്നത്. അതിപ്പം പിന്നെയും അത് പഴയ ലീഗിലേക്ക് പോകുന്ന ഒരു സൂചനയാണ് നമുക്ക് തന്നുകൊണ്ടിരിക്കുന്നത്. അതാണ് അതിൻ്റെ ഒരു പ്രശ്നം. അപ്പം ഈ ന്യൂനപക്ഷങ്ങളുടെ പ്രസക്തി വോട്ട് ബാങ്ക് പൊളിറ്റിക്സിൽ എന്താണെന്ന് വെച്ചാൽ, ഇപ്പം ഈ കേരളത്തിൽ വെച്ച് അതായത് തമിഴ്നാട്ടിൽ വെച്ച് ന്യൂനപക്ഷങ്ങൾക്ക് ഇന്നത്തെ ഇന്ത്യൻ പൊളിറ്റിക്സിൽ വലിയ പ്രസക്തിയൊന്നുമില്ല. കാരണം BJP ഒരു ഭാഗത്ത് ഹിന്ദു വോട്ടായിട്ട് കൺസോൾട്ടേറ്റ് ചെയ്ത് നിൽക്കുമ്പോൾ 20% കൊണ്ട് എന്ത് ചെയ്യണം? അതായത് ഇവരുമായി സമരസപ്പെട്ട് പോവുകയാണെങ്കിൽ പോലും ഈ 20% അപ്രസക്തമാണ്. ഇപ്പോഴത്തെ സ്ഥിതി RSS പണ്ടേ പ്ലാൻ ചെയ്തത് അത് തന്നെയാണ്. കാരണം ഹിന്ദു ഒരു ഡോമിനേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇവരുടെ ഈ വോട്ട് ബാങ്ക് പൊളിറ്റിക്സ് ഉണ്ടാക്കുന്ന അസ്വസ്ഥതയില്ല. അപ്പം ഹിന്ദു ഡോമിനേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത ചോദ്യം, ഹിന്ദു ഡോമിനേറ്റ് ചെയ്താൽ എന്ത് സംഭവിക്കും? ഹിന്ദു ഡോമിനേറ്റ് ചെയ്താൽ മറ്റുള്ളവരും ചെയ്ത പോലെ ഹിന്ദുക്കൾ മറ്റുള്ളവരെ മൊത്തം ഹിന്ദു ആക്കാൻ നടക്കുന്നില്ല. അവരെ സംബന്ധിച്ചിടത്തോളം രാജ്യം ഇതിപ്പം പറയുമ്പോൾ ആളുകൾക്ക് ഇന്നാളെ ഞാൻ ചർച്ചയെ പങ്കെടുപ്പെടുത്താൻ പറയുന്നിട്ട് അങ്ങനെയില്ല, ഫാസിസ്റ്റ് മറ്റേ അത് സംഭവം ശരിയാണ്. അത് ഹിന്ദുക്കളെ യോജിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ഹിന്ദുക്കളെ യോജിപ്പിച്ച് കഴിഞ്ഞാൽ അവരുടെ അജണ്ട വന്ന് രാജ്യം ശക്തിപ്പെടുത്തുക എന്നുള്ളത്. കാരണം 20% വരുന്ന മുസ്ലിംസും 18% വരുന്ന മുസ്ലിംസും ബാക്കിയെല്ലാം കൂടി വന്ന് 20% കൂടിയാൽ വേണമെങ്കിൽ അവരെ വിദേശ ഏജൻസികൾക്ക് മറ്റും ഉപയോഗപ്പെടുത്തിയിട്ട് ഈ രാജ്യത്തെ നശിപ്പിക്കാൻ പറ്റും. അതവർക്കറിയാം. രണ്ട് ഹിന്ദുക്കളുടെ രീതി എന്ന് വെച്ചാൽ ആരെയും നശിപ്പിക്കലല്ല, എല്ലാവരും ഒരു കോപ്പറേറ്റ് ചെയ്ത് പോവുക എന്നുള്ളത്. അതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഇവിടെ 2ാം സ്ഥാനം നൽകിയത്. ശിവാജി മുസ്ലിങ്ങൾക്കെതിരെ ഫൈറ്റ് ചെയ്താണ് ശിവാജി വലിയ സാമ്രാജ്യം ഉണ്ടാക്കിയത്. അദ്ദേഹത്തിൻ്റെ നാവികസേന തലവൻ മുസ്ലിമായിരുന്നു. പേർഷ്യന്മാരുടെ പട്ടാളത്തിലും മുസ്ലിംസ് ഉണ്ടായിരുന്നു. അക്ബറിൻ്റെ ഔറംഗസേബാണല്ലോ ഏറ്റവും വലിയ വർഗീയവാദി. അങ്ങയുടെ സൈന്യത്തിൽ ഏതാണ്ട് 20% 30% മറ്റോ മറാഠക്കാരുണ്ടായിരുന്നു, മനസ്സിലായില്ലേ? ബാക്കി രജപുത്രന്മാരുണ്ടായിരുന്നു. ഏതാണ്ട് തുല്യമായ ഹിന്ദു മുസ്ലിം തുല്യമായ രീതിയിലായിരുന്നു. അപ്പോൾ ഇത് ഇന്ത്യയുടെ ഒരു പൊതു സംസ്കാരമാണ്, മനസ്സിലായില്ലേ? ഈ പൊതു സംസ്കാരം ഉൾക്കൊണ്ടേ പോകുള്ളൂ. പക്ഷേ ഈ വോട്ട് ബാങ്ക് പൊളിറ്റിക്സ് കാണിച്ചുകൊണ്ട് നടത്തുന്ന അനാവശ്യമായിട്ടുള്ള ഡിമാൻഡുകൾ ഇല്ലാതെയാവും, അതിനൊന്നും പ്രസക്തി ഇല്ലാതാവും. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഇന്ത്യയിലും 80% മുസ്ലിങ്ങളും വലിയ തോതിൽ അവഗണിക്കപ്പെടുന്നവരാണ്. കാരണം ഈ പറഞ്ഞ എലീറ്റ് 20% എലീറ്റ് എല്ലാം കൈയടക്കി വെച്ചിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഈ സച്ചാ കമ്മിറ്റി ഉണ്ട്. നിങ്ങൾ കേരളത്തിലെ മുസ്ലിങ്ങളല്ലേ കണ്ടിട്ടുള്ളൂ. ഈ സച്ചാ കമ്മിറ്റി റിപ്പോർട്ടിൽ പറയുന്നത് വെച്ചാൽ ദളിതരെക്കാട്ടും മോശമാണ് അവസ്ഥ. ആ മുസ്ലിംസാണ് നമ്മൾ ഉത്തരേന്ത്യ പറഞ്ഞ പശ്ചിമട മുസ്ലിംസ് എന്ന് BJPക്കാർ വിളിക്കുന്നത്. അവരെ അഡ്രസ്സ് ചെയ്യാനുള്ള ശ്രമം തുടങ്ങിയിട്ടുണ്ട്. അവരുടെ ഇടയിൽ നിന്ന് നേതാക്കളെ കൊണ്ടുവരിക, അവരുടെ തെറ്റിദ്ധാരണകൾ വായിച്ച് അവരെ ദേശീയവാദികളാക്കി മാറ്റുക, എന്നിട്ട് അവരെ ഇടയിൽ നിന്ന് ആളുകളെ ജയിപ്പിച്ചു കൊണ്ടുവന്ന് മന്ത്രിസഭയിലേക്ക് ഉൾപ്പെടുത്തുക എന്നുള്ള അവരുടെ പ്ലാൻ. അല്ല പാകിസ്ഥാനിലേക്ക് ഓടിപ്പിക്കണമെന്നല്ല. അപ്പോൾ അതൊരു നല്ല മാറ്റമല്ലേ? നല്ല മാറ്റമാണ്. പക്ഷേ നമ്മുടെ നാട്ടിലെ ആളുകൾ അത് പിന്നെ ചിത്രീകരിക്കുന്ന വേറെ രീതിയിലാണ്. അത് കേരളത്തിൽ നിലനിൽപ്പിൻ്റെ പ്രചാരണമായി. ഉത്തരേന്ത്യയിലും അത് തന്നെയാണ് പ്രശ്നം. ഉത്തരേന്ത്യയിലും നിലനിൽപ്പിൻ്റെ രീതിയിൽ നിലനിൽപ്പിന് വേണ്ടിയിട്ട് ഇവർക്ക് ഈ പറഞ്ഞ മുസ്ലിം എലീറ്റിനെ സംബന്ധിച്ചിടത്തോളം ഈ പാവങ്ങളെ തെറ്റിദ്ധരിപ്പ് നിർത്തിയാലല്ലേ അവരെ കാര്യം നടക്കുള്ളൂ. അവരുടെ എണ്ണം കാണിച്ചാണല്ലേ ഈ വിലപേശല്. അതായത് പാകിസ്ഥാൻ പട്ടാളത്തിന് ഇന്ത്യയുമായി പ്രശ്നം ഉണ്ടാക്കിയാൽ മാത്രമേ അവർക്ക് അവിടെ നിലനിൽപ്പുള്ളൂ. അതുപോലെ അതാണ് കാര്യം. ഇപ്പോൾ ക്രിസ്ത്യാനികൾ എങ്ങനെയാണ് ഇന്ത്യയിലെ മുഖ്യധാരയുടെ അവിഭാജ്യ ഘടകമെന്ന് അവർ നന്നായി പഠിച്ച് പ്രധാനപ്പെട്ട പൊസിഷനിലെല്ലാം അവരെത്തി. അവരവിടെ പൊസിഷനിൽ എത്തിക്കഴിഞ്ഞാൽ അവരിങ്ങനെ പറഞ്ഞ ഞങ്ങൾ പ്രത്യേക വിഭാഗം നിന്ന് മാറി നിൽക്കുന്നില്ല. അത് ചുരുക്കം ചില ആളുകൾ ചില ഇവാഞ്ചലിസ്റ്റുകളെയൊക്കെ പറഞ്ഞാൽ സ്വാധീനിക്കപ്പെട്ട് ചില കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടാവും. പക്ഷേ പൊതുവെ അങ്ങനെയല്ല. വളരെ മുഖ്യധാരയുടെ ഭാഗമായിട്ട് വളരെ സജീവമായിട്ട് നിൽക്കുകയാണ്. മുസ്ലിങ്ങളെ സംബന്ധിച്ച് 2 വർഷം, ഒന്ന് എണ്ണം കൂടുതലാണ്, 2 വിവരക്കേടും കൂടുതലാണ്. വിദ്യാഭ്യാസം ഇല്ലല്ലോ, അതാണ് പ്രശ്നം. ക്രിസ്ത്യാനികളെ സംബന്ധിച്ച് അതല്ല. അവരിപ്പോൾ ഒരു പെന്തക്കോസ് ആയി കഴിഞ്ഞാൽ മിനിമം അവന് നല്ല വിദ്യാഭ്യാസമെങ്കിലും കിട്ടുന്നുണ്ട്, അതൊരു ഘടകമാണ്. അപ്പം മുസ്ലിങ്ങളെ സംബന്ധിച്ചിട്ട് ആ രീതിയിലൊരു പരിവർത്തനം ഉണ്ടായിക്കഴിഞ്ഞാൽ മാത്രമാണ് മുഖ്യധാരയിൽ അവർ റെലവൻ്റ് ആയിരിക്കാൻ പറ്റുള്ളൂ. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ മുസ്ലിങ്ങളെ 2ാം കിടക്കാരായി കാണിക്കും ആക്കി മാറ്റും എന്നുള്ള പ്രചാരണമാണ്. നമ്മൾ ഓൾറെഡി 2ാം കിടക്കാരാണ്, അതാരും പറഞ്ഞിട്ടില്ലെന്നേ ഉള്ളൂ. നമ്മൾ ഓൾറെഡി 2ാം കിടക്കാരാണ്, രണ്ടർത്ഥത്തിൽ 2ാം കിടക്കാരാണ്. ഒന്നാമത് നമ്മൾ കേരളത്തിലെ മുസ്ലിങ്ങൾ നമ്മളൊക്കെ ചരിത്രത്തിൽ നോക്കിക്കഴിഞ്ഞാൽ
നമ്മൾ ഹിന്ദു രാജാക്കന്മാരുടെ അണ്ടർ സെക്കൻഡ് ഇൻ കമാൻഡ് ആയിരുന്നു. ഉം. പക്ഷെ നമ്മൾ ഒരു കാരണത്ത് മറ്റുള്ള പിന്നിലായിരുന്നില്ല. അതെ. രാജാവ് ഹിന്ദു ആയിരിക്കുന്നു മാത്രം. ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും രാജാവിനെ സപ്പോർട്ട് ചെയ്തിരുന്നു. രാജാവിനെ മരിച്ചതും കൊല്ലാൻ പോയതൊക്കെ മുസ്ലിംസാണ്. ഇപ്പോൾ കേരളത്തിൻ്റെ മലബാറിൻ്റെ അടുത്തത്തിൽ നിങ്ങൾ ആ മാമാങ്ക സിനിമയിലൊക്കെ കാണാം, സാമൂതിരിക്ക് വേണ്ടി വേട്ടയ്ക്ക് ഇറങ്ങുന്ന മൊത്തം മുസ്ലിം പടത്തലവന്മാരാണ്. അല്ലെങ്കിൽ ഈ പറയുന്ന അറബിക്കടലിൻ്റെ സിംഹം, അതിൽ ഒന്നാം സ്ഥാനക്കാരനാകാൻ നോക്കിയതാണ് ഈ പറഞ്ഞ സിംഹത്തിന് പറ്റിയ അബദ്ധം. അതോടുകൂടി ആ സിംഹം തീർന്നു. അതല്ലെങ്കിൽ ആ രണ്ടാം സ്ഥാനക്കാരൻ എപ്പോഴും കംഫർട്ടബിളാണ്. പിന്നെ ഉത്തരേന്ത്യയിൽ നമ്മൾ ഒന്നാം സ്ഥാനക്കാരായിരുന്നു, ശരിയാണ്. ഒന്നാം സ്ഥാനക്കാരായ നമ്മൾ ഒന്നാം സ്ഥാനക്കാരായി തന്നെ കുറേ സ്ഥലവും മേടിച്ച് പോയിട്ടുണ്ട്. പിന്നെ നിങ്ങൾ ഒന്നാം സ്ഥാനക്കാരാണോ എന്ന് എങ്ങനെ ശരിയാവും? ഈ കോൺഗ്രസ് നമ്മൾ ഒന്നാം കിടക്കാനായിട്ട് കൂട്ടിയിട്ടുണ്ടോ? ഇല്ലല്ലോ. ആയിരുന്നെങ്കിൽ ഉത്തരേന്ത്യ മുസ്ലിംസിൻ്റെ സ്ഥിതി ഇങ്ങനെ ആവുമായിരുന്നോ? ഓക്കെ ഓക്കെ. അപ്പം ബി ജെ പിക്കാരെ സമയം ഇവർ ഓൾറെഡി ഗുരുജീൻ്റെ ഒക്കെ പ്രസംഗത്തിൽ ഇത് പറഞ്ഞതുകൊണ്ട് എന്താണ് അത് അങ്ങനെ ആന്ന് സ്ഥാപിക്കാൻ എളുപ്പമാണ്. പക്ഷേ ഇന്ന് റിയാലിറ്റി എങ്ങനെ മുസ്ലിംസ് ഇങ്ങനെ ആയിപ്പോയി? അത് രണ്ടാം കിടക്കാർ പോലും അല്ല. അതാണ് പ്രശ്നം. ബി ജെ പിക്കാർ പറയുന്നതെന്ന് വെച്ചാൽ ആ ഭൂരിപക്ഷപ്പെട്ട ആൾ വിദ്യാഭ്യാസം കൊടുത്ത് മുഖ്യധാരയുടെ ഭാഗമാക്കി മാറ്റാമെന്നാണ്. അതായത് ഇൻഡയറക്റ്റ്ലി അവർ പറയുന്നത് ഒന്നാം സ്ഥാനക്കാരാക്കി മാറ്റണമെന്നാണ്. അവർ എനിക്കൊരു ഉപാധി ഇതേ ഉള്ളൂ, ദേശീയവാദികളായിരിക്കണം. ഇവിടെ നിന്ന് വേറെ ആർക്കും പണിയെടുക്കരുത്. മറ്റ് വിദേശികൾക്ക് വേണ്ടി പണിയെടുക്കുന്ന പരിപാടി അത് വേണ്ട. എനിക്ക് തോന്നുന്നു നമ്മുടെ കേരളത്തിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഈ മുസ്ലിം ലീഗിൻ്റെ പ്രസക്തി തന്നെ മറ്റൊരു രീതിയിലേക്ക് വ്യാഖ്യാനിക്കപ്പെടുന്നു എന്ന് താങ്കൾ തന്നെ പറഞ്ഞു. അതായത് ആ മാറ്റം വരുന്ന മുസ്ലിം ലീഗ്, അവിടെ ഈ മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾമാരുടെ, ഇപ്പോൾ തങ്ങൾ ഫാമിലിയിൽ തന്നെ നമുക്ക് ചിലരെയൊക്കെ വേറിട്ട വ്യക്തിത്വങ്ങളായി മാറ്റി നിർത്തി കാണാൻ സാധിക്കും. മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ പേര് അങ്ങ് തന്നെ സൂചിപ്പിക്കുകയുണ്ടായി. അദ്ദേഹമൊക്കെ ഏത് തരത്തിലാണ് ആ പാർട്ടിയെ നയിച്ചത് എന്ന് നമുക്ക് വ്യക്തമാണ്. അത് കുറച്ചൊന്ന് ചരിത്രം അറിയാവുന്നവർക്ക് അത് ബോധ്യപ്പെടുന്ന ഒരു കാര്യം തന്നെയാണ്. പക്ഷേ അതിൽ നിന്നൊക്കെ മാറിപ്പോകുന്നൊരു സാഹചര്യമുണ്ട്. അപ്പോൾ മറ്റൊരു മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ ഒരു പ്ലേസ് അല്ലെങ്കിൽ ആ റോൾ ഇനി ആര് നിർവഹിക്കും എന്നുള്ള ആ ഒരു ചോദ്യം വരുന്നുണ്ടോ? വലിയ പ്രോബ്ലമാണ്. ഇപ്പം ഞാൻ പലപ്പോൾ നിങ്ങൾ പറഞ്ഞില്ലേ, ശുദ്ധമായ പിന്നെ മലയാളം സംസാരിക്കുന്നവർ ലീഗിൻ്റെ ലീഡർഷിപ്പിൽ വന്നപ്പം അവരറിയാതെങ്കിൽ അവരുടെ മനസ്സ്, ഈ പറഞ്ഞ ആളുകളുടെ മനസ്സ് ജമാഅത്തെ ഇസ്ലാമി രൂപപ്പെടുത്തിയതാണ്. അത് ഞാനെന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ ചിലപ്പോൾ മനസ്സിലായിട്ടുണ്ടാവില്ല. അങ്ങനെയുള്ള ചില ആളുകൾ ലീഗ് തന്നെ പിടിച്ച് പുറത്ത് തള്ളിയിരുന്നു. അവരിനി വേറെ പല പാർട്ടിയിലും പോയി, ഇപ്പം പാർട്ടിയിൽ പോയി മന്ത്രിയായി, പലതും ആയിട്ടുണ്ട്. അപ്പം പക്ഷേ ഇപ്പം ലീഗ് പുറന്തള്ളുന്നില്ല. ഇപ്പം ഇത് വന്ന് തങ്ങൾ ഫാമിലി തന്നെ വന്നു എന്നതിന് തെളിവാണ്. കഴിഞ്ഞ തങ്ങൾ ഫാമിലിയിൽപ്പെട്ട ഒരു പെങ്കൊച്ച് മുസ്ലിം പെമ്പിള്ളേരൊക്കെ പള്ളിയിൽ കയറ്റണമെന്ന് തോന്നും. ഞങ്ങൾ സുന്നി ഭാഗത്തുപ്പെട്ട മുസ്ലിങ്ങൾ ഞങ്ങളിപ്പോൾ സ്ത്രീകളെ പള്ളിയിൽ കയറ്റാറില്ല. അതുകൊണ്ട് ശബരിമലേശൻ്റെ വിഷയത്തിൽ നമ്മൾ ആചാരത്തിൻ്റെ കൂടെ നിന്നതാണ്. ആചാരം സംരക്ഷിക്കണം എന്ന് പറയുന്നത്. ഈ ജമാഅത്ത് ഇസ്ലാമിക്കാരും മുജാഹിദുകളാണ് പള്ളിയിൽ പെണ്ണുങ്ങളെ കയറ്റുക. ഒരിക്കലും തങ്ങൾ ഫാമിലിയിലുള്ള ആ ഒരു ചിട്ടയിൽ വളരുന്ന കുട്ടികൾക്ക് അങ്ങനെ ചിന്തിക്കാൻ പറ്റില്ല. ഇത് പുറത്തുനിന്ന് വന്നൊരാശയമാണ്. അപ്പോൾ തങ്ങൾ ഫാമിലിയിൽ വരെ ഈ സാധനം കയറി എന്നല്ലേ ഇപ്പോൾ മനസ്സിലാക്കേണ്ടത്. അപ്പം പിന്നെ തങ്ങൾ പറഞ്ഞതിൻ്റെ മോക്ക് വിവരമല്ല, അതേപ്പറ്റി ധാരണ ഇല്ലാത്തതുകൊണ്ടാണ്. ശരി, പക്ഷേ ഇതേമാതിരിയുള്ള പ്രസ്താവന സാദിഖ് അലി തങ്ങളെ കയ്യിലും കണ്ടു. ആഖിയ സോഫിയുടെ വിഷയത്തിലും മറ്റു പലതിലും. ഇപ്പം മൂപ്പര് കഴിഞ്ഞ ദിവസം ഞങ്ങൾ സൗദി ഇന്ത്യയും തമ്മിൽ യുദ്ധം നടന്നാൽ ഞാൻ ഇന്ത്യയുടെ ഭാഗത്ത് നിൽക്കുന്നു, അത് നല്ലതാണ്. അതന്നെയാണ് RSS പറഞ്ഞത്, അതന്നെയാണ് എൻ്റെ വല്യാപ്പയൊക്കെ പറഞ്ഞത്. അതായത് മുസ്ലിം മജ്ലിസ് പാർട്ടി അത് തന്നെയാണ് പറഞ്ഞത്. അതൊക്കെ, പക്ഷേ ആ പറഞ്ഞതിൽ എത്ര ഉറപ്പുണ്ട് എന്നുള്ളതാണ് ഇനി അറിയേണ്ടത്. ഓക്കെ. അത് മുമ്പ് മുഹമ്മദ് അലി വിവാദങ്ങൾ അത് പറയേണ്ട ആവശ്യമില്ലായിരുന്നു. അദ്ദേഹത്തിൻ്റെ ലൈഫിൽ തന്നെ അത് ഉണ്ടായിരുന്നു. ഹൈദരാലി തങ്ങൾ വന്നപ്പോൾ അദ്ദേഹത്തെ കുറച്ച് ഈ പറഞ്ഞ ജമാഅത്ത് ഈ പറഞ്ഞ സ്വാധീനം വന്നു. അത് കഴിഞ്ഞിട്ട് തീരെ നമ്മൾ പ്രതീക്ഷിക്കാത്ത സാധനം സാദിഖ് അലി തങ്ങളെ കയ്യിൽ നിന്ന് വന്നു. ഈ ശുദ്ധ മലയാളം സംസാരിക്കാത്ത ഷാജിയുടെ ഭാഷയെ തന്നെ മാറി തുടങ്ങി. അതൊരു ഭയങ്കര അപകടകരമായ സിഗ്നലാണ്. അത് വൈറലായി. അത് അപകടകരമായ സിഗ്നലാണ്. ഇത് മുമ്പത്തെ പോലെ അല്ല. മുൻപ് ഇപ്പോൾ ഏതെങ്കിലും തരത്തിൽ ഈ നേരത്തെ പറഞ്ഞതുപോലെ ഒരുമിച്ച് നിർത്തി ഒരു സമ്മർദ്ദതന്ത്രം മാത്രമാണ് ആയിരിക്കും. അല്ല, സമ്മർദ്ദം വിവരക്കേട് കൊണ്ട് പറഞ്ഞതാണ്. ഇപ്പോൾ ഒന്നിച്ച് നിർത്താൻ വേണ്ടി പറഞ്ഞു. പക്ഷെ അന്നത്തെ പോലെ അല്ല ഇന്ന്. അന്ന് നിങ്ങൾ അങ്ങനെയൊക്കെ ഇന്നിപ്പം നിങ്ങളെ വാക്ക് ഇപ്പം ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ ഫസൽ ഗഫൂസാനെ പറ്റി ഞാൻ നല്ലത് പറയുമ്പോൾ അവരൊക്കെ ഭയങ്കര മോശം പറയുകയാണ്. സാർ അന്ന് ഈ SDPIയുടെ വേദി അന്ന് വെള്ളാപ്പള്ളി ഉണ്ടായിരുന്ന വേദിയിൽ അത് ഈഴവ OBC മുസ്ലിം ഐക്യമായിരുന്നു. അന്നപ്പോൾ സാർ പറഞ്ഞതാണ്. സാർ പറഞ്ഞത് ലോജിക്കലി അന്ന് ശരിയാണ്. മുസ്ലിംസ് ഈ പാർട്ടിയിലൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഇവിടെയൊക്കെ നീ മുസ്ലിംസ് കൺട്രോൾ ചെയ്യാൻ പറ്റും. പക്ഷേ അവന്മാർ കൺട്രോളും ചെയ്യുന്നില്ല, ഈ സമുദായത്തിന് വേണ്ടി ഒന്നും ചെയ്യുന്നില്ല. വേറൊരു കാര്യം അവരുടെ കുടുംബത്തിന് വേണ്ടി മാത്രമേ ചെയ്യുന്നുള്ളൂ. ഈ പറഞ്ഞ ഗുണ്ടകളൊക്കെയാണ് ഈ പറഞ്ഞ നേതാക്കന്മാർ. 20% 30% എന്ന് പറയും. മൂപ്പരത് പറഞ്ഞിട്ടേ ഉള്ളൂ. പക്ഷേ ഞാൻ കണ്ട കേരളത്തിലെ മുസ്ലിംസിൽ ഏറ്റവും സെക്കുലറും ഏറ്റവും മോഡേൺ ആയിട്ടുള്ള ആളാണ് ഇദ്ദേഹം. ഈ പറയുന്ന പർദ്ദയൊക്കെ സ്വന്തം സ്ഥാപനങ്ങൾ ആദ്യം നിരോധിച്ച ഇവിടെയുള്ള ഹിന്ദു സ്ഥാപനങ്ങളൊന്നും അല്ല. മൂപ്പരല്ല. ഹിന്ദു സ്ഥാപനങ്ങൾ ഇതുവരെ നിരോധിച്ചിട്ടില്ല, മൂപ്പരാണ് നിരോധിച്ചത്. പക്ഷേ മൂപ്പര ഈ വാക്കുകളെല്ലാം തന്നെ എന്ത് ചെയ്തു?
എടുത്ത് ഇപ്പോൾ മിസ്കോട്ട് ചെയ്യാണ്. മിസ്കോട്ട് പിന്നെ രണ്ടാമത്തെ കാര്യം എന്താണ്, മൂപ്പർക്കാണ് എന്താ ആദ്യം എന്നെ പോലെ തുറന്നു പറയാൻ പറ്റില്ല, കാരണം വലിയ സംഘടന നേതാവാണ്. മൂപ്പർ അങ്ങനെ തുറന്നു തന്നെ ഇവന്മാർ കൂടിയിട്ട് അങ്ങനെ പുറത്താക്കി അവിടെ വിഷത്തിന് പിടിച്ചെടുത്തു. അതിനെ കണ്ടതല്ലേ മൂപ്പർ അവിടെ ഇരിക്കുന്നതല്ലേ. അതെ. അല്ല, ഇതിനിടയിൽ പറഞ്ഞൊരു സംഭവമുണ്ട്, OBC അതാണ് ഇപ്പോൾ ഇമ്പോർട്ടൻ്റ്. അതാണ് ഈ ശ്യാംകുമാറിനെ പോലുള്ള ആളുകളൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കുന്നത്. ഈഴവന്മാർ നിങ്ങൾ ഹിന്ദുക്കളല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കുന്നുണ്ടല്ലോ. നിങ്ങൾ ബ്രാഹ്മൺസ് അടക്കി ഭരിക്കുകയാണ്, നമ്മളെ ആളുകളൊക്കെ ബ്രാഹ്മൺസ് കൊന്നു കളഞ്ഞതാണ്, എന്നിട്ട് ദാരികൻ്റെയൊക്കെ കഥയൊക്കെ പറയും എന്നൊക്കെ പറയും. ശരി ശരി, ദളിതന്മാരോട് ദളിത് വിഭാഗത്തോട് ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട്, സണ്ണിയം കബിക്കാട് ഇവരൊക്കെ പറയുന്നുണ്ട്. ഇതെന്താണ് അടുത്ത പ്ലാൻ? അതാണ് ഒരു സംശയം. ഇതിപ്പോൾ വീണ്ടും ഒരു 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 സ്പർദ്ധയുടെ വലിയ ഒരു ആവരണം ഇവിടെ കൊണ്ടുവരുന്നത്. ഇതിൻ്റെ പ്രശ്നം വെച്ചാൽ ഈ ശ്യാംകുമാറിനെ നമ്മൾ ചരിത്രം തേഞ്ഞു പോകുമ്പോൾ അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ കാണും. ഇപ്പം നായന്മാരിൽ തന്നെ ഒരുപാട് ഉപജാതികൾ തമ്മിൽ പ്രശ്നമുണ്ട്, ഈഴവർ തമ്മിൽ പല വിഭാഗങ്ങളും, ഈ വൈശ്യത്തീയന്മാരും സാധാ കുടാൽ തീയന്മാരും തമ്മിൽ പ്രശ്നമുണ്ട്. ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. ഇത് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ തീരില്ല. ഇങ്ങനെ ഇതിൻ്റെ പുറത്ത് വൈരുണ്ടാക്കാൻ എളുപ്പമാണ്. പക്ഷെ നമ്മൾ ചെയ്യുന്നത് ബ്രിഡ്ജ് ചെയ്യാനാണ് ശ്രമിക്കുന്നത്. അപ്പോൾ സമാന സ്വഭാവവും സമാന വിശ്വാസമുള്ള ആളുകളാണ് നായന്മാരും ഈഴവരും എല്ലാം. അവരൊരു ഫോൾഡിൽ നിൽക്കുകയാണ്. അവർ തമ്മിൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും, പക്ഷെ അവരൊരു ഫോൾഡിനാണ്. ബ്രാഹ്മൺസും ക്ഷത്രിയാസും തമ്മിൽ പ്രശ്നമുണ്ട്, ക്ഷത്രിയാസും ബ്രാഹ്മൺസും തമ്മിൽ പ്രശ്നമുണ്ട്. ഈ അംബേദ്കറിനെ സപ്പോർട്ട് ചെയ്ത ആരെ മുസ്ലിം രാജാവായിരുന്നു, ക്രിസ്ത്യാനികളായിരുന്നു. അംബേദ്കറിനെ സപ്പോർട്ട് ചെയ്തത് സാഹു മഹാരാജാവല്ലേ, മഹാട്ടല്ലേ, അദ്ദേഹമാണ്. എനിക്ക് ശൂദ്രനാണ്, പക്ഷേ ക്ഷത്രിയനാണ്, ശിവാജിയുടെ എന്ന് വെച്ചാൽ ആ ക്ഷത്രിയ സ്റ്റാറ്റസ് കിട്ടിയ ആളാണ്. അപ്പം ഇതിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ ഇങ്ങനെ ഇത് അംബേദ്കറിൻ്റെ വാദമല്ല. അംബേദ്കർ ഈ പറയുന്നതിൻ്റെ മാതിരി ഇസ്ലാമിൻ്റെ ഇടയിലുള്ള ഈ അനീതികളൊക്കെ ശക്തമായി എതിർത്തിട്ടുള്ളതാണ്. ഞാൻ മുമ്പേ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോഴാണ് അത് ഏതൊരു ചർച്ച മനോരമ ഹത്തൂസിൻ്റെ ചർച്ചയിൽ വലിയ വിവാദമായിരുന്നു. നമ്മളതിന് മുമ്പേ പറഞ്ഞിട്ടുണ്ട്, ഞാൻ മുമ്പേ പറയാറുണ്ട്. അപ്പം അംബേദ്കർ പാകിസ്ഥാനായിട്ടുള്ള വിഷയത്തിൽ പാകിസ്ഥാനിൽ ഹിന്ദുക്കൾ ദളിതർക്ക് നേരിടാൻ സാധ്യതയുള്ള ബുദ്ധിമുട്ടുകളെ പറ്റി മുമ്പേ എൻവിസേജ് ചെയ്തിട്ടുള്ളതാണ്. പക്ഷേ ഇതിനെതിരെ ചിന്തിച്ച ആൾ മണ്ഡൽ എന്ന് പറഞ്ഞ ഒരാളുണ്ടായിരുന്നു. മണ്ഡലിൽ ഫുൾ പേര് ഞാൻ പറഞ്ഞു. ഈ മണ്ഡൽ മുസ്ലിങ്ങളും ദളിതരും ഒരുമിച്ച് നിന്നതാണ് 40%. അങ്ങനെ ആ സവർണ്ണ ഹിന്ദുക്കൾക്കെതിരെ ഫൈറ്റ് ചെയ്യാൻ പറഞ്ഞ ആളായിരുന്നു. ഇങ്ങനെ ഇന്ന് ഈ പറയുന്ന ആൻറ്റി ഹിന്ദു ബുദ്ധിജീവികളെ മാധ്യമം വളർത്തിക്കൊണ്ടുവരുന്ന പോലെ, മീഡിയ വളർത്തിക്കൊണ്ടുവരുന്ന പോലെ ആര് വളർത്തിക്കൊണ്ടുവന്നു? മുസ്ലിം ലീഗും ജിന്നയും കൂടി വളർത്തിക്കൊണ്ടു. ജിന്ന സത്യം അങ്ങനെയുള്ള ആളുകൾ തൊടുപോലും ചെയ്യാത്ത ആളാണ്. അങ്ങനെ സാധാരണക്കാർ കൈ കൊടുക്കില്ല, അശുദ്ധമാണ്. ഇംഗ്ലീഷ് അഞ്ഞിനെ പോലെയാണ്, അതുകൊണ്ടല്ല അവർ കൈ തൊട്ട് കിടക്കുന്നത്. അപ്പോൾ വളർത്തിക്കൊണ്ടുവന്നു. എന്നിട്ട് ഇങ്ങനെ എന്ത് ചെയ്ത് അംബേദ്കർ ഒന്നും പറയുന്ന കേൾക്കാതെ പാകിസ്ഥാനിൽ പോയി. പാകിസ്ഥാനിൽ ഇങ്ങനെ എന്ത് അംബേദ്കർ ഇവിടെ വ്യവസായ നിയമമന്ത്രിയായിരുന്നു. അങ്ങനെ സ്റ്റാറ്റസ് കൊടുത്ത് ജിന്ന മരിച്ച ഉടനെ തന്നെ ഇങ്ങനെ അവിടുന്ന് ഇവിടെ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയായി. ഇങ്ങനെ തിരിച്ച് ഇന്ത്യയിൽ വന്ന് നിരാശനായി സ്വന്തം തീരുമാനങ്ങൾ പാശ്ചാത്യപിഞ്ഞ് മരണമടയാണ് ചെയ്തത്. ഈ മണ്ഡൽ അംബേദ്കർ പറഞ്ഞ കാര്യങ്ങളല്ല, മണ്ഡൽ പറഞ്ഞ കാര്യങ്ങളാണ് അംബേദ്കറിൻ്റെ സാധനം എന്ന് പറഞ്ഞിട്ട് ഇവരിപ്പം അംബേദ്കറാന്ന് തെറ്റിദ്ധരിപ്പിക്കുന്നു നമ്മളെ കൊണ്ട്. രണ്ടാമത്തെ കാര്യം, അംബേദ്കറിന് ഹിന്ദുക്കളോട് അങ്ങനെ വിരോധം ഉണ്ടെങ്കിൽ അംബേദ്കർ എന്തിനാണ് ബുദ്ധമതത്തിൽ പോയി ചേർന്നത്? അങ്ങനെ ഇസ്ലാമിൽ പോയി ചേർന്നത് നമ്മൾ ആഘോഷിക്കില്ലായിരുന്നു, നമ്മൾ പടക്ക പൊട്ടിക്കില്ലായിരുന്നു, അല്ലെങ്കിൽ ക്രിസ്ത്യാനിറ്റി പോയി ചേർന്നപ്പോഴായിരുന്നു. നമ്മൾ മുപ്പർക്ക് ഇൻ്റർനാഷണൽ മുപ്പർക്ക് നോബൽ സമ്മാനമൊക്കെ ഉണ്ടാക്കി കൊടുക്കില്ലായിരുന്നു. എന്താ ചെയ്യാതിരുന്നത്? അംബേദ്കർ ഹിന്ദു ആയിരുന്നു, നാരായണ ഗുരു ഹിന്ദു ആയിരുന്നു. ഹിന്ദു പറഞ്ഞാൽ ബ്രാഹ്മണൻ എന്നല്ല അർത്ഥം, മനസ്സിലായി? ഇപ്പം നാരായണ ഗുരുവിന് വരെ ഹിന്ദു അല്ലെന്ന് പറയുന്ന പോലെ ഇതുണ്ട്. ഇപ്പോൾ ഗുരുദേവൻ അതല്ല പറഞ്ഞത്. ഗുരുദേവൻ മൊത്തം വേദാന്താണ്. ഈ പൽപ്പൂനെയൊക്കെ നന്നായി കൊണ്ടുവന്ന ഗുരുദേവനാണ്. ശ്രീകൃഷ്ണൻ പൽപ്പൊക്കെ ഉൽപ്പതിഷ്ണോ ഉള്ള ആളുകൾ ഇവരൊക്കെ തിരിച്ച് ഈ ഫോൾഡ് ശക്തം നിർത്തിയ ഗുരുദേവനാണ്. അതുപോലെ തന്നെ ഒന്ന് കുമാരനാശാനാണ്, മനസ്സിലായില്ലേ? കുമാരനാശാൻ്റെ കവിതകൾ മൊത്തം നിങ്ങൾ നോക്കിയാൽ വേദാന്തമാണ് മൊത്തം കവിതകളാണ്. പിന്നെ ബുദ്ധമതത്തിൻ്റെ സ്വാധീനമുണ്ട്. ഈ ബുദ്ധമതം ഉണ്ടായത് എവിടെ നിന്നാണ്? ഈ ഇന്ത്യൻ ലോക്കൽ ട്രഡീഷൻ നിന്നാണ്. അങ്ങനെ ഒരു ഹിന്ദുമത വിദ്വേഷിയാണ് അദ്ദേഹം ജാതീയതക്കെതിരെ, തൊട്ടുകൂടായ്മക്കെതിരായിരുന്നു. പക്ഷേ ഇന്ത്യയിൽ നിൽക്കുന്നതിനേക്കാളും തൊട്ടുകൂടായ്മ ജാതീയത ഇപ്പോൾ ഉള്ള പാകിസ്ഥാനിലും ബംഗ്ലാദേശിലുമാണ്. അപ്പോൾ നമ്മൾ രവീന്ദ്രനെ കഥയെ പറ്റി പഠിച്ചിട്ട് അദ്ദേഹം പറയുന്നുണ്ട്. അപ്പം അവിടെയാണ് നിൽക്കുന്നത്. അപ്പം ഈ പറയുന്നത് അങ്ങനെ ഒരു ഐക്യം പോസിബിൾ അല്ല. അത് ഈ പറയുന്നത് ഇതിനെ താക്കാൻ വേണ്ടി, ഹിന്ദുവിനെ താക്കാൻ വേണ്ടി, ഇന്ത്യനെ താക്കാൻ വേണ്ടിയിട്ടും ഉള്ളൊരു ഗൂഢാലോചന. ഇതിൽ അറബി രാജ്യങ്ങളൊന്നല്ല, ഇതിനൊക്കെ ഫണ്ട് ചെയ്യുന്നത് ഈ പടിഞ്ഞാറൻ രാജ്യങ്ങളാണ്. മനസ്സിലായോ? അറബി രാജ്യങ്ങൾ ഇവിടെ ഇന്ത്യ താക്കേണ്ട ആവശ്യമൊന്നുമില്ല. അവർ പണ്ടേ നല്ല എപ്പോഴും നല്ല. പാകിസ്ഥാൻ വേണം. പാകിസ്ഥാൻ ഈ പടിഞ്ഞാറൻ രാജ്യങ്ങളുടെ കയ്യിൽ സ്റ്റൂജാണ്. ഇവരൊക്കെ ഇൻഡയറക്റ്റ്ലി സ്വാധീനിക്കുന്നവരാണ്. അപ്പോൾ ഇത് കണ്ട് കുറേ ബുദ്ധിജീവികളായ ഈഴവന്മാരും ദളിതനും നമ്മൾ ഹിന്ദുക്കളല്ല, എടാ നിങ്ങൾ ശരിയാണ്, നിങ്ങൾ ഹിന്ദുക്കളാണ്, പക്ഷേ നിങ്ങൾ RSSൻ്റെ ഭാഗം, നിങ്ങളാണ് RSSൻ്റെ ഭാഗം പറയുന്നു. നിങ്ങളാരോ മോഡി ഭക്തനാകാൻ പറയുന്നു. മോഡി ഇന്ത്യൻ പ്രധാനമന്ത്രി എന്ന രീതിയിൽ നിങ്ങൾ ബഹുമാനിച്ചോ, അതും ഓക്കെ. അല്ലാതെ നിങ്ങൾ ബഹുമാനിക്കണം, നിങ്ങളാരോ എന്ന് ബഹുമാനിക്കാൻ. അതാണ് ഇതിൻ്റെ പ്രശ്നം. പക്ഷേ ഇവരുടെയൊക്കെ പ്രശ്നം ഈ യൂട്യൂബിലൊക്കെ കണ്ട ആളുകൾ, യൂട്യൂബിൻ്റെ ഒക്കെ ഒരു പ്രശ്നം എന്താ പറയുക? ഇത് ഒരാൾ ഒറ്റയ്ക്ക് ഇരുന്ന് കാണുന്നതാണ്.
ടി വി ആണെങ്കിൽ അവിടെ ഒരു കമ്മ്യൂണിറ്റിയാണ്. ഒരു വീട്ടിൽ അച്ഛൻ, അമ്മ, മക്കൾ, ആരെങ്കിലും മുതിർന്നവരെങ്കിലും അതങ്ങനല്ല എന്നൊക്കെ പറയും. നമ്മളൊക്കെ ഡിബേറ്റൊക്കെ കേൾക്കുമ്പോൾ അങ്ങനല്ലല്ലോ, ഇങ്ങനെ പ്രശ്നമുണ്ടല്ലോ. ഇതല്ല, നിങ്ങൾ ഒറ്റയ്ക്ക് ചെയ്യണമെന്നാണ്. ഇവരൊക്കെ വലിയ ഡോക്ടർമാരും പ്രൊഫസർമാരോ സായിബന്മാർ എന്ത് ചെയ്യുന്നത്, ഇവന്മാരൊക്കെ കൊണ്ട് അവിടെ ഇവിടെയൊക്കെ ഡോക്ടറേറ്റൊക്കെ കൊടുക്കുകയും സ്വീകരിക്കുകയും അനയിക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ നമുക്ക് സായിപ്പ് എന്തെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ വലിയ സംഭവം തോന്നുന്നുണ്ടാവുമല്ലോ. അങ്ങനെ ഒരു എന്താണ് ഒരു ടാഗൊക്കെ കിട്ടി വന്നിട്ട് ഇവനെ ഒരു വ്യക്തിയോട് മാത്രമാണ്. ഈ വ്യക്തി എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക ടൈം ആൻഡ് സ്പേസിൽ കുടിയും കിടക്കുന്ന ആളാണ്. മറ്റേതല്ല, നമ്മൾ ടി വി കാണുമ്പോൾ അടുത്ത അച്ഛൻ വേറെ ടൈം സ്പേസിലായിരിക്കും, അമ്മ വേറെ ടൈം സ്പേസിലായിരിക്കും, മുത്തശ്ശൻ വേറെ ടൈം സ്പേസിലായിരിക്കും, കുട്ടികൾ വേറെ ടൈം സ്പേസിലാണ്. പല പിന്നെ സ്പേസ് ടൈമുകളുണ്ട് അവിടെ. ഇവിടെ ഒറ്റ സ്പേസ് ടൈമിൽ നിന്നുകൊണ്ടാണ്. അപ്പോൾ അവനെ കൂടുതലൊന്നും ചിന്തിക്കുന്നില്ല. ശരിയാണ്, നായന്മാർക്ക് നമ്മളോട് പുച്ഛമുണ്ട്. നമ്മൾ ശരി, നായന്മാർക്ക് നമ്മളോട് പുച്ഛമുണ്ട്. നമ്മൾ ഈഴവന്മാർ ദളിതന്മാരോട് പുച്ഛമുണ്ടല്ലോ, ഇല്ലാന്ന് പറയാൻ പറ്റുമോ? ദളിതന്മാർക്ക് ഗിരിജനങ്ങളോടുണ്ടല്ലോ, ഗിരിജനങ്ങൾക്ക് പുറത്തുനിന്ന് പോകുന്ന എല്ലാവരോടും ഉണ്ടല്ലോ. ഇപ്പോൾ പടുക്ക കമ്മ്യൂണിറ്റി ബ്രാഹ്മണസിനെ അംഗീകരിക്കാത്ത ടീമാണ്. വീരശൈവ എന്ന വിഭാഗമുണ്ട് ഈ കർണാടകയിൽ, OBC വിഭാഗം എന്ന് തോന്നുന്നവർ, ലിംഗായത്ത സമൂഹം. അവരത് ഞങ്ങൾ ബ്രാഹ്മണസിനെക്കാട്ടും മുള്ളത്, ബ്രാഹ്മണസിനോട് പുച്ഛത്തോടു കൂടി കാണുന്നു. അപ്പോൾ ഇതൊന്നും ആർക്കും മാത്രമുള്ള നമ്മളിതൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ യൂട്യൂബിൽ ഇത് മാത്രം കേൾക്കുമ്പോൾ നമ്മളെന്ത് ചെയ്യും, അത് ശരിയാണ്. നമ്മൾ ചെയ്യുന്ന ഒരിക്കലും നമ്മൾ ചിന്തിക്കില്ല. മറ്റോ നമ്മളോട് എന്ത് ചെയ്യും നമുക്ക് ഫീൽ ചെയ്യും, നമ്മൾ ഇവനോട് ചെയ്യുന്നതോ. അതെ, തീർച്ചയായിട്ടും അതാണ് പ്രശ്നം. അതാണ് ഈ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ തിരിച്ച് ചോദിക്കണം, അതാണ് വേണ്ടത്. ഇപ്പോൾ അതാണ് ഈ ഡിജിറ്റൽ സ്പേസിൽ നമ്മൾ കണ്ടെത്തേണ്ട ഒരു കാര്യം അതാണെന്ന് തോന്നുന്നു. സ്വയം നമ്മൾ അനുവർത്തിക്കേണ്ട ഒരു വിഷയം അതാണെന്ന് തോന്നുന്നു. ചോദ്യങ്ങൾ ചെയ്യുന്നില്ല. യൂട്യൂബ് കാണുമ്പോൾ വലിയൊരു പ്രശ്നം അതാണ്. ഇപ്പോൾ ഈ ഇതൊക്കെ കാണുമ്പോൾ നമ്മൾ ആ ഇതിലേക്ക് സിനിമ കാണുന്ന പോലെ കോട്ടായി പോവുകയാണ്. ഒരിക്കലും TV കാണുമ്പോൾ ഇത് സംഭവിക്കില്ല. അവിടെ ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ അറിഞ്ഞോ അറിയാതെ വരും. അതെ. അതുകൊണ്ട് നമ്മൾ ഇതിലേക്ക് ഒതുക്കുക എന്നുള്ളത് പടിഞ്ഞാറേണ്ട ആവശ്യമാണ്. അതിനെ മറികടക്കാൻ, ഇതിനെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് തന്നെ അതിനെ മറികടക്കുക, ക്രിട്ടിക്കൽ തിങ്കിങ് വളർത്താൻ നമ്മുടെ നിലനിൽപ്പിൻ്റെ പ്രശ്നമാണ്. എക്സാക്ട്ലി അതാണ് കാര്യം. അതാണ് ഈ ചർച്ചയിലൂടെ നമ്മൾ നൽകുന്ന മെസ്സേജും അത് തന്നെയാണ്. ക്രിട്ടിക്കൽ തിങ്കിങ്ങിലേക്ക് നമ്മൾ പോകേണ്ടിയിരിക്കുന്നു. ഒപ്പം തന്നെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ വന്നുകൊണ്ടിരിക്കുന്ന മാറ്റങ്ങൾ നമ്മൾ ഉൾക്കൊള്ളേണ്ടിയിരിക്കുന്നു, അത് അറിയേണ്ടിയിരിക്കുന്നു ആദ്യം, അതിനുശേഷം അത് ഉൾക്കൊള്ളേണ്ടിയിരിക്കുന്നു. അത് ഒന്ന്. നമ്മൾ ആദ്യം പറഞ്ഞ ഒരു സംഭവത്തിലേക്ക് പോവുകയാണ് എന്നുണ്ടെങ്കിൽ, മുസ്ലിങ്ങളുടെ പ്രസക്തി എന്ന് പറയുന്നത് 20% ആയതുകൊണ്ട് തന്നെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ അവരൊരു നിർണായക ശക്തിയല്ല. പക്ഷേ അവരെ നമുക്ക് ഇങ്ങനെ മാറ്റാം. മുസ്ലിം എലീറ്റിൻ്റെ പ്രസക്തി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. സാധാരണ മുസ്ലിംസ് പണ്ടേ ഒരു പ്രസക്തി ഉണ്ടായിരുന്നില്ല. BJPക്കാർ ഇപ്പം പറയുന്നത് സാധാരണ മുസ്ലിംസിന് പ്രസക്തി ഉണ്ടാവണമെന്നാണ്. അതാണ് ആ പശ്ചിമ മുസ്ലിംസ് അവരുടെ പ്രത്യേക പ്ലാൻ. അതെ. അത് എന്തായാലും ഒരു സ്വാഗതം ചെയ്യപ്പെടേണ്ട. നമ്മൾ മുസ്ലിംസിന് പ്രസക്തി ഇല്ലാതാവുന്നു നമ്മൾ പറയേണ്ടത് മുസ്ലിം എലീറ്റിന് പ്രസക്തി ഇല്ലാതാവുന്നതാണ്. അതെ, അത് ആവർത്തിച്ച് പറയണം. അതെ, മുസ്ലിം എലീറ്റിൻ്റെ പ്രസക്തി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. എങ്കിലും അവർ പാർശ്വവൽക്കരിക്കുന്നില്ല. എല്ലാവരെയും ഉൾക്കൊള്ളുകൊണ്ട് മുന്നോട്ട് പോകുവാനുള്ളൊരു ശ്രമമാണ് ഇന്ത്യ ഭരിക്കുന്ന പാർട്ടിയുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്നത് എന്നുള്ളത് സ്വാഗതാർഹമായ ഒരു നീക്കമായി നമുക്ക് കാണേണ്ടിയിരിക്കുന്നു. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ്. കേരളത്തിലേക്ക് വരുമ്പോൾ ഇവിടെ നമ്മെ തമ്മിൽ തല്ലിക്കുവാനുള്ള പലരും ഉണ്ട്. അവരൊക്കെ മറ്റു പലരുടെയും കളിപ്പാവകളാണ്. അവരുടെ വലയിൽ വീണു പോകരുത്. വീണുപോയി സ്പർദ്ധ വളർത്തുന്ന ഒരു യന്ത്രമായി നമ്മൾ മാറാൻ പാടില്ല എന്നുള്ളൊരു കാര്യം കൂടി ഇവിടെ പറഞ്ഞു വയ്ക്കുകയാണ്. എന്തായാലും നമുക്ക് നമ്മുടെ ബുദ്ധി, ചിന്ത, മനസ്സ് ഇതെല്ലാം തന്നെ തുറന്നു വെച്ച് മുന്നോട്ട് പോകാം. എന്തെങ്കിലും ഒക്കെ തന്നെ ഒഫൻസീവായിട്ടുള്ള കാര്യങ്ങൾ കേട്ട് കഴിഞ്ഞാൽ അവിടെ ചോദ്യങ്ങൾ ചോദിക്കുവാനുള്ളൊരു ആർജവം നമുക്ക് സ്വയം വളർത്തിക്കൊണ്ടുവരേണ്ടിയിരിക്കുന്നു. ഏതെങ്കിലും തരത്തിലുള്ള ആശയങ്ങൾ നിങ്ങളിലേക്ക് എത്തുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ശരിതെറ്റുകൾ അറിവുള്ളവരുമായി, മുതിർന്നവരുമായി ചർച്ച ചെയ്യേണ്ടിയിരിക്കുന്നു. അത് ഒരു ഒഴിവാക്കാൻ പാടില്ലാത്തൊരു കാര്യമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. കാരണം നമ്മളുടെ സമൂഹം അവനവനിലേക്ക് മാത്രം ഒതുങ്ങിക്കൊണ്ടിരിക്കുന്ന വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ളൊരു സിറ്റുവേഷനിലേക്ക് പോകുന്നത് കൊണ്ടാണ് ഞങ്ങൾ ഈ ഒരു പോയിൻ്റ് ഇവിടെ ഊന്നി പറയുന്നത്. എന്തായാലും ഇത്തരത്തിലുള്ള വിഷയങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുന്ന ചർച്ച ഇനിയും തുടരും. വളരെയധികം നന്ദി. ഇത്രയും സമയം ടോക്കിംഗ് പോയിന്റ് വയസ്സാണ്. ടോക്കിംഗ് പോയിൻ്റ് ഈ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. അടുത്ത എപ്പിസോഡിൽ കാണാൻ നോക്കാം. നമസ്കാരം.